നമസ്കാരം. ഒരിക്കൽ കൂടി സ്വതന്ത്ര ലോകം കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. സ്വതന്ത്ര ലോകത്തിന്റെ പ്രസക്തി, ഇതുവരെയുള്ള പ്രസക്തിയും ഇപ്പോഴുള്ള പ്രസക്തിയും എന്ന് വെച്ചാൽ ഓരോ പ്രഭാഷണവും ഒരുപാട് പുതുമകൾ ഉൾക്കൊള്ളുന്നവയാണ്. അതിന് വിഷയത്തിന്റെ ടൈറ്റിൽ നോക്കിയാലും കണ്ടന്റ് നോക്കിയാലും എല്ലാം പുതുമകൾ ഉൾക്കൊള്ളുന്നതാണ്. ഇവിടെ വളരെ സരളമായൊരു വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിൽ കുറച്ചൊരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടെ അവതരിപ്പിക്കാൻ നോക്കാം. കേരളത്തിലെ ആരോഗ്യ വായന. ഈ എന്താണ് ആരോഗ്യ വായന എന്നുള്ളതിന് വളരെ ഗഹനമായ അർത്ഥമൊന്നുമില്ല. വളരെ സിമ്പിൾ. നിങ്ങൾ പലരും ഇന്ന് ഈ മീറ്റിംഗിലേക്ക് വന്നവർ ബസ് സ്റ്റാൻഡിലൂടെയൊക്കെ വരുമ്പോൾ സ്ഥിരം കാണാവുന്ന ഒരു സംഭവമാണ്. കുറെ ആരോഗ്യ വിഷയത്തിൽ കുറെ മാസികകൾ, നമ്മളെ പോപ്പുലർ മാസികകളെക്കാളൊക്കെ ഒരുപാട് പ്രചരിക്കുക. കാരണം നമ്മളും ചിലപ്പം ആരോഗ്യ മാസികയുടെ ഇത്തരത്തിലൊരു മാസിക സ്റ്റാക്കിൽ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാൻ ഒരു ടെൻഡൻസി കാണിക്കും. എന്താണെന്ന് വെച്ചാൽ ആരോഗ്യം നമുക്കൊക്കെ വളരെ പ്രധാനമാണ്. നമുക്കൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നോ അല്ലെങ്കിൽ ഉള്ള ചില വരാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തു കാണും. അപ്പൊ നമ്മൾ നാച്ചുറലി നമ്മളത് വായിക്കാൻ ഒരു ആഗ്രഹം തോന്നും. അപ്പൊ അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട്, വായിച്ച് കളയുന്നവരുണ്ട്, വായിച്ച് ആശങ്കപ്പെടുന്നവരുണ്ട്, വായിച്ച് സൂക്ഷിച്ച് പിന്നെയും ഭാവിയിൽ ആശങ്കപ്പെടാൻ വേണ്ടി സൂക്ഷിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ രസകരമായ ഒരു ഇതാണ് ആരോഗ്യ മാസികകളുടെ ഒരു ലോകം. അപ്പൊ ഇതിലെന്താണ് അത്ഭുതം എന്ന് തോന്നാം. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് പലരും പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്താണ് അത്ഭുതം? അപ്പൊ ഈ അത്ഭുതം എന്താ വെച്ചാൽ ഞാൻ ഒന്നുകൂടി ചുഴിഞ്ഞ് നോക്കിയപ്പോൾ, കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന്റെ മൊത്തം സർക്കുലേഷൻ, ഈ പറഞ്ഞ ആരോഗ്യ മാസികകളുടെ ഓഫീസിലൊക്കെ സർക്കുലേഷനൊക്കെ വിളിച്ച് ചോദിച്ചപ്പം ആകെ കൂടി എനിക്ക് കിട്ടിയ മിനിമം ഒരു 7 ലക്ഷം കോപ്പികളെങ്കിലും, മൊത്തത്തിൽ ഒരു 7 ലക്ഷം കോപ്പികളെങ്കിലും ഇന്ന് കേരളത്തിൽ ചെലവാകുന്നുണ്ട്. ഈ മംഗള മനോരമ ആ ലെവലിലുള്ള 10-12 ലക്ഷം കോപ്പികളുടെ ഇത് കഴിഞ്ഞാൽ ഏറ്റവും നെക്സ്റ്റ് അടുത്ത ലെവൽ ഓഫ് സർക്കുലേഷൻ, ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ളത് ഈ ആരോഗ്യ മാസികകൾക്കാണ്. അതിന്റെ മൊത്തം മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 കോടി രൂപയോളം വരും. ഇപ്പം നമ്മൾ മലയാളികൾ വായിച്ച് തള്ളുന്ന ആരോഗ്യ മാസികകളുടെ മൊത്തം മൂല്യം ഓരോ പ്രാവശ്യം ചെലവാകുന്ന, ഓരോ മാസവും ചെലവാകുന്നത്. ഇതൊരു ലോകൈക വിസ്മയം തന്നെ ഞാൻ പറയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനെ ഒരു പ്രത്യേക ഭാഷയിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ, പ്രത്യേകിച്ച് ആരോഗ്യ വിഷയത്തിൽ ഇത്രയധികം കോപ്പികൾ അച്ചടി ചെലവാക്കുന്ന ഒരു സാഹചര്യം വേറെ ഒരു സ്ഥലത്തും നിലവിലില്ല. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു വലിയൊരു അത്ഭുതം, ലോകൈക അത്ഭുതമായിട്ട് ഇങ്ങനെ നിലകൊള്ളുകയാണ്. ഈ ആരൊക്കെയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ പ്രമുഖ പബ്ലിഷേഴ്സ് മുഴുവൻ ഈ രംഗത്തുണ്ട്. മാതൃഭൂമി, മനോരമ, മംഗളം, മാധ്യമം, കലാകൗമുദി, ജനയുഗം, അത് കഴിഞ്ഞ് നമ്മുടെ IMA ഉണ്ട്, ശാന്തിഗിരി, അവരുടെ ആശ്രമം ആശുപത്രിയൊക്കെ ആയിട്ട് ശാന്തിഗിരി ഉണ്ട് പബ്ലിക്കേഷൻ. ഇതില് ഇനിയിപ്പോ വന്ന് ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നും ഇനിയിപ്പോ നമ്മളെ ക്രൈം നന്ദകുമാറൊക്കെ ഈ ഒരു ആരോഗ്യ മാസിക പബ്ലിഷ് ചെയ്യാൻ ബാക്കിയുള്ളൂ. ഇനി നമ്മളൊക്കെ മനസ്സ് കാണുന്നതിനും മാനത്ത് കാണുന്ന ആൾക്കാരാണ്. ഇതാ കണ്ടോളൂ, 28 വർഷം ക്രൈം നന്ദകുമാർ ഒരു ആരോഗ്യ മാസിക ഇറക്കി. ഈ ആരോഗ്യ മാസികയുടെ, ശരീരശാസ്ത്ര മാസികയുടെ ബാക്കിലുള്ള ഒരു പരസ്യമാണ് ഈ കാണുന്നത്. അതിന്നാണ് പുള്ളി ക്രൈമിനുള്ള ഒരു എന്താണ് പ്രേരണ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ പരസ്യം കാണാം. അപ്പം അത് ഒരു നേരം പോക്കാണ്. പക്ഷെ നേരം പോക്കിനപ്പുറം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ഹെൽത്ത് ജേർണലിസം. അതായത് ആരോഗ്യ മാസിക എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് ഹെൽത്ത് ജേർണലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ വിട്ടുനോക്കുന്നത്. ഹെൽത്ത് ജേർണലിസ്റ്റുകൾ ആഗോളതലത്തില് ഈ ജേർണലിസത്തിന്റെ ഒരു ഭാഗമായിട്ട് ഹെൽത്ത് ജേർണലിസം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ ഇന്നത്തെ ആരോഗ്യ മാസികകൾ എന്ത് ഹെൽത്ത് ജേർണലിസമാണ് ചെയ്യുന്നുള്ളത് നമുക്ക് അവസാനത്തിലോട്ട് വരാം. ശരിക്കും ജേർണലിസം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അവരുടെ താല്പര്യം എന്താന്നുള്ളത്. പക്ഷെ ഈ കേരളത്തിന്, നമ്മുടെ കൊച്ചു കേരളത്തിന് ഈ ഹെൽത്ത് ജേർണലിസത്തിൽ വളരെ പ്രശസ്തമായ നല്ലൊരു എടുത്തു പറയത്തക്ക ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ധന്വന്തരി എന്ന പേരിൽ 112 വർഷം, എക്സാക്ട്ലി ഒരു നൂറ്റാണ്ട് മുമ്പ്, എക്സാക്ട്ലി പറഞ്ഞാൽ 112 വർഷം മുമ്പേ ഒരു ആരോഗ്യ മാസിക, ഇവൻ മാസികകളിൽ തന്നെ വിരളമായ ഒരു കാലത്ത് ഒരു ആരോഗ്യ മാസിക തുടങ്ങുകയും പ്രചരിക്കുകയും 23 വർഷം നടത്തിക്കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എടുത്തു പറയാവുന്ന ഒരു ഹെൽത്ത് ജേർണലിസ്റ്റിന്റെ ഒരു ആസ്പെക്ട് ആണ് സൈക്കോളജി മാസികകൾ, മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ജേർണലിസം. ഇത് രണ്ട് കേരളത്തിന് മാത്രമുള്ള ചില ഒരു പ്രത്യേകത എന്ന് പറയാം.
അതിലാദ്യമായിട്ട് നമുക്ക് ധന്വന്തരി, ഇതിൽ കുറച്ച് ധന്വന്തരിയെ കുറിച്ച് കുറച്ച് പറയണം. ഇതിപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ മലയാളികൾ കേട്ടിരിക്കേണ്ട ഒരു കാര്യം. പലർക്കും ഇതേപ്പറ്റി പലരും ബോധവാന്മാരാണെന്ന് അറിഞ്ഞു തുടങ്ങിയ ഒരു മാസിക ഉണ്ടായിരുന്നു എന്നുള്ളതും, ആയുർവേദം പഠിച്ചവർക്ക്, കോട്ടയ്ക്കൽ ഒക്കെ പരിചയമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ധന്വന്തരിയെ പറ്റി അവർ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ വൈദ്യരത്നം PS വാര്യർ, PS വാര്യരെ എല്ലാവർക്കും അറിയാം, കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ സ്ഥാപകൻ. അപ്പൊ അദ്ദേഹം ആണ് ഈ ധന്വന്തരി മാസിക പുറത്തിറക്കിയിരുന്നത് അന്ന്. അപ്പൊ ഇത് പറയുമ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തെ പറ്റി കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാലേ നമുക്ക് അതിന്റെ പ്രസക്തിയും പ്രത്യേകതകളൊക്കെ മനസ്സിലാവും. കാരണം ഒരുപാട് കേരളത്തിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഇത്രയേറെ വിപ്ലവം ഉണ്ടാക്കിയ, വളരെ വിപ്ലവാത്മകമായ പുരോഗതി ഉണ്ടാക്കിയ നീക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനായിരുന്നു ഈ PS വാര്യർ. ഇപ്പൊ വാര്യരുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ആയുർവേദത്തിന്റെ ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ചികിത്സ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഒരു ലക്ഷ്യം. അന്ന് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ പരിമിത നാട്ടുവൈദ്യന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നാട്ടുവൈദ്യന്മാർക്കും കുറച്ച് മേലെ കുറച്ചുകൂടി എക്സ്പെർട്ട് ആയിട്ടുള്ളത് നമുക്കറിയാം മൂസുകൾ, അങ്ങനത്തെ അവരുടെ കാറ്റഗറി. അപ്പൊ അവരുടെ കുറച്ച് ആൾക്കാർ അവരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത ആയുർവേദ വൈദ്യന്മാര്, അതല്ലാതെ നാട്ടുവൈദ്യം സ്വന്തമായിട്ടും പരമ്പരാഗതമായിട്ടും പഠിച്ച് പ്രാക്ടീസ് ചെയ്ത നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ജനങ്ങളെ ചികിത്സിക്കും, ജനങ്ങൾക്ക് അസുഖം ഭേദമാക്കാനുള്ള ക്രിയകൾ ചെയ്യും. അങ്ങനെ ഒരു 100 വർഷം മുമ്പ് ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു നിങ്ങൾക്ക് ഊഹിച്ചാലറിയാം. ആ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ നീങ്ങുമായിരുന്നു. ഇദ്ദേഹം ആയുർവേദം പഠിക്കാൻ വേണ്ടിയിട്ട് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം, അന്ന് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന വേറെ മാർഗങ്ങളൊന്നുമില്ല, സ്ഥാപനങ്ങളില്ല. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം പഠിച്ചു, ആയുർവേദം പഠിച്ചു, കുട്ടഞ്ചേരി മൂസിന്റെ കീഴിൽ പഠിച്ചു തീർന്ന് ഇദ്ദേഹത്തിന് ചികിത്സയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു കണ്ണിനൊരു അസുഖം പിടിച്ച് ഇദ്ദേഹത്തിന്റെ ഈ വായിക്കാനുള്ള ആ ഒരു കഴിവ് താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് വായിക്കാൻ പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ അദ്ദേഹം കണ്ണിന്റെ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരുപാട് ആയുർവേദ ചികിത്സയൊക്കെ ചെയ്ത് പ്രശ്നം മാറുന്നില്ല, ഒരു സർജറി ആവശ്യമുണ്ട്. അപ്പൊ ഇദ്ദേഹം അന്ന് കേരളത്തിലെ, ഉത്തര കേരളത്തിലെ, മലബാറിലെ, അന്ന് മദ്രാശി സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയം. ഒരു 120 കൊല്ലം മുമ്പുള്ള ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം വർഗീസ് എന്ന് പറഞ്ഞ ഒരു സർജൻ, അദ്ദേഹത്തിന്റെ കീഴിൽ അന്ന് ആശുപത്രി അവിടെയാണ് ഉണ്ടായിരുന്നത്, മഞ്ചേരി. അവിടെ പോയി കണ്ണിന് സർജറി കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുക്കുന്നു. ആരോഗ്യം എന്ന് വെച്ചാൽ ഈ വായിക്കാനുള്ള ശേഷി വീണ്ടെടുക്കുന്നു. പക്ഷെ ഡോക്ടർ വർഗീസിന്റെ കീഴിൽ അദ്ദേഹം കുറച്ചു കാലം അവിടെ ഈ ക്രിയകളൊക്കെ കണ്ടപ്പോൾ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താല്പര്യത്തോടെ നോക്കി. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആവേശമായി. കാരണം ഇത് വളരെ ഇഫക്റ്റീവ്, അതുകൊണ്ട് ആയുർവേദത്തിൽ ട്രഡീഷണലി ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നാട്ടുവൈദ്യന്മാർ ചെയ്തുകൊണ്ടിരുന്ന ചികിത്സയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട്, മീൻസ് കൂടുതൽ ഫലപ്രദമായ ചികിത്സ ഇവർ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പൊ അന്ന് മോഡേൺ മെഡിസിൻ വന്നിട്ടില്ല, അലോപ്പതി എന്ന് പറയുന്ന ആ പ്രാക്ടീസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വിദേശത്ത് ട്രെയിൻ ചെയ്ത ആൾക്കാരും ബ്രിട്ടീഷ് ഗവൺമെന്റ് സർവീസിലുള്ളവരുമാണ് ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കണ്ടപ്പോഴേക്കും ഇദ്ദേഹത്തിന് തോന്നി, നമ്മുടെ ഈ ചികിത്സ ഇങ്ങനെ ഒന്ന് പോരാ, നമുക്കൊന്ന് പരിഷ്കരിക്കണം, കേരളത്തിലുള്ള ചികിത്സാ രീതികളൊന്ന് പരിഷ്കരിക്കണം എന്നുള്ള ആവേശത്തോടെ അദ്ദേഹം ഈ ഡോക്ടർ വർഗീസിന്റെ കീഴിൽ പരിശീലനം നേടുന്നു. പിന്നെ ഡോക്ടർ വർഗീസ് അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയപ്പോൾ പിന്നെ ഇദ്ദേഹം കോട്ടയ്ക്കലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ സ്റ്റാൻഡേർഡൈസേഷൻ. അന്ന് പ്രത്യേകിച്ച് ഒരു നിയതമായ ഒരു സ്റ്റാൻഡേർഡൊന്നുമില്ല ചികിത്സയ്ക്ക്, മരുന്നുകൾക്കും ചികിത്സയ്ക്കും. അപ്പൊ ചികിത്സാ രീതി സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, മരുന്നുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, എന്നിട്ട് വിശ്വസനീയമായ ചികിത്സ ജനങ്ങൾക്ക് എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യാം. അദ്ദേഹം കോട്ടയ്ക്കൽ വന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയാണ് ഇതിനു വേണ്ടി. ഒന്നും ഓർക്കണം, ആയുർവേദത്തിന് വേണ്ടി, ഇന്ന് ആയുർവേദത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്ന ആ സ്ഥാപനം ശരിക്ക് ആയുർവേദത്തിന് അന്നത്തെ ചികിത്സ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് അദ്ദേഹം കൺസീവ് ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. അന്നത്തെ അലോപ്പതിയും നാട്ടുവൈദ്യം ഒക്കെ ചേർത്തിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ചികിത്സാ രീതി കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് തോന്നിയ ഒരു PS വാര്യർ തീരുമാനിച്ചത്, നമുക്കൊരു ഇത്രയും നോളജ്, അദ്ദേഹത്തിന് പുതിയ ഒരുപാട് അറിവുകൾ അദ്ദേഹം നേടിയിരുന്നു ഇംഗ്ലീഷ് പഠിച്ചിട്ടും, ഡോക്ടർ വർഗീസിന്റെ കീഴിലും അന്നത്തെ ചികിത്സാ മാസികകൾ വായിച്ചിട്ടും
അദ്ദേഹത്തിന് ഒരു പുതിയൊരു തിരിച്ചറിവ് വരുന്നു. ഒരുപാട് അറിവുകൾ, അന്ന് കേരളത്തിൽ ഇല്ലാത്ത ഒരുപാട് അറിവുകൾ അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങളെ ചുരുങ്ങി ചികിത്സിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു മാസിക തുടങ്ങുകയാണ്. ധന്വന്തരി എന്ന പേരിൽ 1903 മുതൽ തുടർച്ചയായിട്ട് മാസികയായിട്ട് 23 വോള്യൂമായിട്ട് 6514 പേജുകൾ അവിടെ മൊത്തം എത്രയും വലിയൊരു ഒരു സംരംഭം 23 വർഷക്കാലം അദ്ദേഹം നടത്തിക്കൊണ്ടുപോയി. അന്നൊരു മാസിക എന്ന് തോന്നുന്നു, ഒരു മാസിക പ്രസിദ്ധീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്. അന്ന് അച്ചടി വിദ്യ കേരളത്തിൽ വന്നു തുടങ്ങിയ കാലമാണ്. ഇന്ന് നമ്മളൊരു പുതിയൊരു ചാനൽ തുടങ്ങുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു അന്നൊരു മാസിക തുടങ്ങാൻ. പക്ഷെ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ്. തൃശ്ശൂർ കൊണ്ടുപോയി ഈ അച്ചുനിരത്തൽ, അന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി മാറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അച്ചുനിരത്തൽ, അതിന് വലിയൊരു പണി. 2-3 ആഴ്ച പിടിക്കും അച്ച് ഓരോന്നായിട്ട് എടുത്ത് അക്ഷരങ്ങൾ എടുത്തു വെച്ച്. ഇന്ന് DTP ചെയ്യുന്ന കുട്ടികൾക്ക് അതറിയില്ല, ആ ഒരു എഫർട്ട് അറിയില്ല എന്താണെന്നുള്ളത്. അച്ചുകൾ ഓരോന്നായിട്ട് കൈകൊണ്ട് എടുത്തു വെച്ചിട്ടാണ് അച്ച് നിരത്തിയിട്ട് വേണം ഓരോ പേജും അച്ചടിക്കാൻ. അതിനുള്ള ചെലവുകൾ ഇത്രയും കഴിഞ്ഞിട്ട് അദ്ദേഹം ആ മാസിക 23 വർഷക്കാലം നടത്തി എന്നുള്ളതാണ്. ഇത് പറയുമ്പം നമ്മുടെ ഡോക്ടർ വിശ്വനാഥനോ ഡോക്ടർ ഗീത, നമ്മുടെ ഹമീദ് മാഷ്, അനൂപിനോദ്, ഇവർക്കൊക്കെ മനസ്സിൽ തട്ടുന്നുണ്ടാവും. കാരണം ഇന്ന് യുക്തിയുഗം ഓരോ മാസം നടത്തിക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർക്കറിയാം. അത് 112 വർഷം മുമ്പേ അദ്ദേഹം അത് ചെയ്തു. നമ്മൾ അദ്ദേഹം നമിക്കണം ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ഇത് വെറും ഒരു മാസിക, അതായത് മാസിക നടത്താൻ വേണ്ടി ഒരു മാസികയല്ല. കാരണം ഇദ്ദേഹം അതിന്റെ പത്രാധിപരായിട്ടും ജേർണലിസ്റ്റായിട്ടൊക്കെ ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ഇല്ല സത്യം പറഞ്ഞാൽ ചുറ്റുവട്ടത്തിൽ. ഒന്നാമത് അറിവ്, അതുപോലെ എഴുതാനുള്ള കഴിവ്. പിന്നെ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് പലപ്പോഴും അദ്ദേഹം ലേഖനങ്ങൾ വായിക്കും. ചിലപ്പോൾ പറഞ്ഞ സമയത്ത് ലേഖനം കിട്ടാൻ അദ്ദേഹം തന്നെ അങ്ങ് ഇരുന്നങ്ങ് എഴുതും ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ഥിതി വിശേഷമായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് ആ മാസികകൾ അദ്ദേഹത്തിന്, ആ ജേർണൽസിന്റെ ഒരു വളരെ ഉത്തമമായ ഒരു ഉദാഹരണം, ഇന്ന് വേറെ എവിടെയും ഇല്ലാത്തൊരു ഉദാഹരണം നിങ്ങൾ പറയാം. ഇത് ആദ്യത്തെ ലക്കമാണ്. ആദ്യത്തെ ലക്കത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ഈ ഒരു മാസിക വരുന്നു എന്നുള്ളത് അതിപ്പോഴും പ്രസക്തമാണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, സമയമില്ലാത്തതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ വായിച്ചു നോക്കിയാൽ ഇന്നും വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം ആ മാസിക തുടങ്ങാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഇതില് ആദ്യത്തെ ലക്കത്തിലെ ഒരു ലേഖനം, ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെസിമെൻ എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ അവതരിപ്പിക്കാം. അതായത് വിഷൂചിക, അന്നത്തെ വളരെ അന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അസുഖങ്ങളായിരുന്നു. വിഷൂചിക എന്നത് കോളറയും വസൂരിയും കേരളത്തെ മുഴുവൻ വളരെ ഭീകരമായിട്ട് താണ്ഡവമാടിയ അസുഖങ്ങളാണ്. അന്ന് ആയുർവേദവും ബാക്കിയുള്ള ചികിത്സാ നാട്ടു ചികിത്സ ഇവരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ നോക്കിയിരിക്കുകയാണ്. അസുഖങ്ങൾ വരുന്നു, നാട് മുഴുവൻ പടരുന്നു, ഒരുപാട് പേര് മരിക്കുന്നു. എന്തിനും എത്രയോ ഗ്രാമങ്ങളിൽ ആൾക്കാർ പലായനം ചെയ്യുന്നത്. ഒരസുഖം ഒരു ഗ്രാമത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ സ്ഥലം വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പണ്ടത്തെ പഴയ നോവലുകളിലും കഥകളിലൊക്കെ ഇത് കാണാം നമുക്ക്. ആ ഒരു സ്ഥിതിയിൽ 1903 അദ്ദേഹം എഴുതുന്നൊരു കാര്യം, അത് ആയുർവേദം പഠിച്ചാലാണ്, ഓർമ്മിക്കണം. ആദ്യം അത് ആയുർവേദത്തിന്റെ സിദ്ധാന്തങ്ങൾ പറയുന്നു, ആയുർവേദത്തിന്റെ തിയറി. അതായത് കോളറ പിടിക്കാൻ കാരണം അജീർണമാണ് എന്ന് ആയുർവേദം പറയുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ ജമ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അജീർണ ആധുനിക രീതി അവരുടെ പുതിയ അറിവ് പ്രകാരം, അന്ന് സയൻസ് ഒന്നും വന്നില്ല, മെഡിക്കൽ സയൻസ് വരുന്ന ആ സമയത്താണ്, മൈക്രോബങ്ങൾ എന്ന് പറഞ്ഞ ചെറിയ സൂക്ഷ്മ ജീവികൾ ഈ രോഗം ഉണ്ടാക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് മൈക്രോബങ്ങളെ പറ്റിയിട്ട്, ഈ സൂക്ഷ്മ ജീവികളെ പറ്റിയിട്ടുള്ള നല്ലൊരു രസകരമായ ഒരു വിശദീകരണമാണ് വളരെ സരളമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ സുന്ദരമായ മലയാളത്തിൽ അദ്ദേഹം എഴുതാണ്. വായിച്ചാൽ അതറിയാം, ഞാൻ മുഴുവൻ എടുത്ത് വായിക്കുന്നില്ല. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഈ മൈക്രോബങ്ങൾ സസ്യങ്ങളാണോ ജന്തുക്കളാണോ എന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ കിണറ്റിൽ വെള്ളം, അത് ജനങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം. അപ്പൊ കിണറ്റിൽ വെള്ളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം മൈക്രോബങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇവര് വംശവർദ്ധനവിന് ദാമ്പത്യത്തിന് ആവശ്യമില്ല എന്നൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. എത്രയോ സരളമായിട്ട്. എനിക്ക് പലപ്പോഴും അസൂയ തോന്നുന്നത്, വായിച്ചിട്ട് എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും സരളമായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ല എങ്ങനെ എഴുതണം എന്ന് എനിക്കൊരു ഇത് തോന്നിയ ഒരു ഉദാഹരണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഒരു കാര്യം, കോളറയ്ക്ക് കാരണം മൈക്രോബങ്ങളാണ്, ഈ സൂക്ഷ്മജീവികളാണ്, അജീർണമല്ല എന്നുള്ള അടിവരായിട്ട് പറയുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു ആയുർവേദം, അതായത് ഇന്ന് ഈ ജേം തിയറൊക്കെ +2 പഠിച്ച് PMS എടുത്ത് വന്ന ആയുർവേദ വൈദ്യന്മാർ ഒരിക്കലും ഇത് പറയില്ല, ഈ ഒരു വാചകം ഇന്ന് പറയില്ല, ഈ 100-120 വർഷത്തിന് ശേഷം ഈ ഒരു സ്ഥിതിയിൽ. പക്ഷെ അദ്ദേഹം അന്നത് പറഞ്ഞു. ഇനി ഇതിന്റെ പ്രസക്തി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ പ്രസക്തി ഫീൽ ചെയ്യും. റോബർട്ട് കോച്ച് ഈ
അദ്ദേഹത്തിന്റെ മൈക്രോബിയൽ തിയറി, അതായത് ജേം തിയറി എസ്റ്റാബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്തത് 1890-ലാണ്. അത് കഴിഞ്ഞ് 12 വർഷം കൊണ്ടാണ് ഇദ്ദേഹം ഈ ഇൻഫർമേഷൻ ഈ കൊച്ചു കേരളത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വെക്കുന്നത്. അതാണ് ആ ജേർണലിസ്റ്റിന്റെ അദ്ദേഹം ചെയ്ത ഒരു ജേർണലിസ്റ്റ് നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ആ പ്രസക്തി. ഇനി ഇതേ മാസികയിൽ അദ്ദേഹം ചെയ്ത വേറെ കാര്യങ്ങൾ, അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന രാസവസ്തുക്കൾ, അന്ന് നാട്ടുവൈദ്യന്മാർക്ക് ചെയ്യുമെങ്കിലും ഇംഗ്ലീഷ് വൈദ്യന്മാർ വന്നതിന് ശേഷം ചില രാസവസ്തുക്കൾ, കൊയിന എന്ന് പറഞ്ഞിട്ട്, വേറെ നമുക്ക് ആയുർവേദത്തിലോ വേറെ അന്നത്തെ ചികിത്സയിലോ വേറെ പരിഹാരങ്ങളൊന്നും ഇല്ലാത്ത മലമ്പനിക്ക് വേണ്ടിയിട്ട് കൊയിന എന്ന് പറഞ്ഞിട്ടൊന്ന് പ്രശസ്തമായി വരികയാണ്. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന കൊയിന അവർ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. കാരണം അസുഖം മാറുകളാണ് പ്രധാനം. കൊയിന, അതുപോലെ അയഡോഫോം, പിന്നെ കാർബോളിക് ആസിഡ്, ഇത് ചികിത്സ കാർബോളിക് ആസിഡ് ഉപയോഗിക്കും. പിന്നെ പൊട്ടാസ്യത്തിന്റെ കോമ്പൗണ്ട്സ് ചികിത്സയിൽ ഉപയോഗിക്കുന്നു. ഇതൊന്നും എങ്ങനെ സേഫായിട്ട് ഉപയോഗിക്കണം? കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പൊടി കിട്ടും, എത്ര കൊടുക്കണം എന്ന് വൈദ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. അവർ പലതും കൊടുക്കും, ചിലപ്പം അപകടങ്ങൾ ഒപ്പിക്കും. അപകടങ്ങൾ ഒപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഡോസ് എങ്ങനെയാണ്, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതില് വലതുവശത്തിരിക്കുന്ന നോക്കുക, അയഡോഫോറത്തിന്റെ പക എന്നുള്ളതാണ്. റിയാക്ഷൻ, അത് വാക്കുകൾ ഉപയോഗിക്കുന്ന ആ ഒരു രസകരമായ മലയാളത്തിൽ, സിദ്ധമായ മലയാളത്തിലേക്ക് കൺവെർട്ട് ചെയ്യണം അദ്ദേഹം. റിയാക്ഷൻ ഓഫ് അയഡോഫോം, അയഡോഫോമിന്റെ പക. പിന്നെ ഈ പൊട്ടാസ്യത്തിന് അദ്ദേഹം പറയുന്ന പൊട്ടാസ്യം കോമ്പൗണ്ട്സിനെ പറ്റി അദ്ദേഹം ആദ്യം തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ പൊട്ടാസ്യം പിള്ളേർ പൊട്ടാസ്യം നൈട്രേറ്റ് ചുരുട്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ഏറുപടക്കം, അതിന് പൊട്ടാസ്യം പണ്ട് പറയും, ഇപ്പം നാട്ടുപുറത്ത് പൊട്ടാസ്യം പറയാറുണ്ട്. അപ്പോൾ ആ പൊട്ടാസ്യത്തിലുള്ള സാധനമാണ് പൊട്ടാസ്യം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് ആർട്ടിക്കിൾ. ഇനി ശ്രദ്ധിക്കേണ്ട ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ധന്വന്തരി മാസികയിൽ അച്ചടിച്ചിരുന്ന അന്നത്തെ ഉപകരണങ്ങൾ, ഇംഗ്ലീഷ് ഡോക്ടർമാരന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങൾ, അതിന്റെ മികവ്, അതിന്റെ പ്രവർത്തനം. ഇവിടെ കാണിക്കുന്നത് ഉഷ്ണമാപന യന്ത്രം എന്ന് പറഞ്ഞിട്ട് തെർമോമീറ്ററിനെ പറ്റിയാണ്. അന്ന് തെർമോമീറ്റർ വളരെ അപൂർവമായിട്ട് ഇംഗ്ലീഷ് ഡോക്ടർമാർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നാട്ടുവൈദ്യന്മാര് തൊട്ട് നോക്കിയിട്ടാണ് ജനങ്ങളുടെ പനിയൊക്കെ അളക്കുന്നത്. അത് ശരിയാവില്ല. വളരെ വൃദ്ധനായ വൈദ്യന്മാർക്ക് ഇത് ശരിക്ക് അത് മനസ്സിലാവും, ടെമ്പറേച്ചറിന്റെ വ്യത്യാസം. അതുകൊണ്ട് ഓരോ തരപ്പനിക്കും ഓരോ അസുഖത്തിനും ജ്വരത്തിനും ഏത് വിധത്തിലാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നതെന്നുള്ള അറിയാൻ എളുപ്പം പറ്റില്ല. അതുകൊണ്ട് ഈ ഉപകരണം വളരെ പ്രയോജനപ്രദമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ മെർക്കുറി, ഇതിന്റെ പ്രവർത്തനത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത് രസകരമാണ്. അത് വലിയൊരു ആർട്ടിക്കിളാണ്. അതിനകത്ത് പറയുന്നത്, ഒരു പാത്രം നിറയെ എണ്ണ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടാകുമ്പോൾ ഇത് കവിഞ്ഞൊഴുകുന്ന കാണാം. അത് വികാസം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതേപോലെ ശരീരത്തിന് ചൂട് തട്ടുമ്പം ഇതിനകത്തുള്ള രസം വികസിക്കുന്നതുകൊണ്ടാണ് ഈ ഊഷ്മാവ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അത് വിശദീകരിക്കുന്നത്. ഇനി ഒരു വളരെ ശ്രദ്ധേയമായൊരു ലേഖനം, ഉരപരിശോധനാ യന്ത്രം, ഉരസിനെ പരിശോധിക്കുന്ന യന്ത്രം എന്നുള്ള സ്റ്റെതസ്കോപ്പിനെ പറ്റി വർണ്ണിക്കുകയാണ്. അന്നത്തെ സ്റ്റെതസ്കോപ്പിന്റെ ചിത്രം കൊടുത്തില്ല, ഒരു കുഴൽ പോലെ, ഒരു കുറുങ്കുഴൽ പോലെയാണെന്നുള്ളതാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് അതിനകത്ത്. എന്നിട്ട് അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും, എന്നിട്ട് ഇദ്ദേഹം അവസാനം പറയുന്ന ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നമ്മുടെ നാട്ടുവൈദ്യന്മാര് ഈ ഉപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിനകത്ത്. അന്നത്തെ വളരെ പുതിയ സാധനങ്ങളാണ്, പക്ഷെ ഇതുണ്ടെങ്കിൽ രോഗികളുടെ ചികിത്സ വളരെ വിശ്വസനീയവും സുഗമവുമാവും എന്നുള്ള ഒരു സന്ദേശം ഇതിനകത്ത് കൊടുക്കുന്നു. പിന്നെ നമുക്ക് അന്നത്തെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ, മെഡിസിൻ ലോകത്ത് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇദ്ദേഹം കേരളത്തെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇൻസുലിൻ ഒന്നാമത്, രണ്ടാമത് അമീബ, ബയോളജിയിലുള്ള ഡെവലപ്മെന്റ്സ്, മെഡിസിനിൽ ഡെവലപ്മെന്റ് ഇൻസുലിൻ. സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ച് അമ്പരന്ന് പോയൊരു ആർട്ടിക്കിളാണ് ഇൻസുലിൻ എന്നുള്ള ഈ ലേഖനം. ഇന്ന് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതമില്ല, പക്ഷെ ഇത് അച്ചടിക്കുന്ന എപ്പോഴാണ്? 1925 നവംബർ ഡിസംബർ ആ സമയത്തുള്ള ഒരു ഇഷ്യൂലാണ് ഇത് വരുന്നത്. അന്ന് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇൻസുലിൻ കണ്ടുപിടിച്ച് പബ്ലിഷ് ചെയ്തിട്ട് 2-3 മാസങ്ങൾക്ക് അകമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ സാധനം പച്ച മലയാളത്തിൽ എഴുതപ്പെടുന്നത്. അതായിരുന്നു അതിന്റെ അത്ഭുതം. അദ്ദേഹം ഇംഗ്ലീഷ് ജേർണലുകൾ ഇവിടുന്ന് വായിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത്. ഇൻസുലിൻ വിവരണം വളരെ രസകരമാണ്. പിന്നെ പാൻക്രിയാസിനെ പറ്റിയും ക്രോമജലം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ സെക്രീഷൻസിനെ പറ്റി മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് അദ്ദേഹം എഴുതുന്നു. പിന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ പല ഡോക്ടർമാർ എഴുതിയതും ജീവരസായന ചികിത്സ, ബയോകെമിസ്ട്രിയെ പറ്റിയിട്ട്, പേശി വിജ്ഞാനീയം എന്ന് പറഞ്ഞിട്ട് ഈ അനാട്ടമി ഫിസിയോളജിയെ പറ്റി അദ്ദേഹത്തിന്റെ വേറൊരു സംഭാവന ആയുർവേദ വിദ്യാഭ്യാസത്തിൽ, അതായത് ട്രഡീഷണൽ ആയുർവേദത്തിന്റെ ഇത് മുഴുവൻ ഒന്ന് ആധുനികമായ അറിവുകൾ വെച്ച് പരിഷ്കരിക്കുകയാണ്.
ഈ പറഞ്ഞ അനാട്ടമി ഫിസിയോളജിയും വെച്ചിട്ട് ശരീരത്തെ വിശദീകരിക്കാനും അത് ട്രഡീഷണൽ ചികിത്സയിലേക്ക് കൊണ്ടുപോകാനും അദ്ദേഹം ശ്രമിച്ചു. എന്നിട്ട് ഈ പുസ്തകങ്ങൾ അദ്ദേഹം വലിയ ബൃഹത്ശാരീരം 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ആര്യവൈദ്യശാല സ്ഥാപിച്ച് അവിടെ കോഴ്സ് കൊണ്ടുവന്ന് കോഴ്സിലെ ടെക്സ്റ്റ് ബുക്കാക്കി പഠിപ്പിച്ചിരുന്ന ഇതുണ്ടായിരുന്നു. അതാണ് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പ്രസക്തി ആ കോളേജിന്റെ. പിന്നെ അന്നത്തെ ഇമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടുള്ള ലേഖനം, പിന്നെ പുതിയ ചികിത്സാ രീതികൾ വന്നത്. അത് അന്ന് പ്രകൃതി ചികിത്സ ഒരു 1923-24 കാലത്താണ് പ്രകൃതി ചികിത്സ കേരളത്തിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ ധന്വന്തരി ഒരു എന്താണ് പറയുക, ഇൻഫർമേഷൻ ഇതായിട്ട് പ്രവർത്തിച്ചിരുന്നു. നല്ലൊരു മാസിക എന്നുള്ള നിലയ്ക്ക് ഹെൽത്ത് ജേർണലിസ്റ്റിൽ അവർ ചെയ്തിരുന്നത് പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട മദ്രാശിയിൽ നിന്ന് അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കുന്ന പത്രക്കുറിപ്പുകളും ലേഖനങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ, പബ്ലിക് അവയർനെസ്സിലുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് അച്ചടിക്കുമായിരുന്നു. പ്രധാനമായിട്ടും അന്ന് ഇത് വായിക്കാൻ പൊതുജനമല്ല ഇത് വായിച്ചുകൊണ്ടിരുന്ന ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇത് ആയുർവേദ സമാജം എന്ന് പറഞ്ഞിട്ടൊരു സമാജം ഉണ്ടാക്കി PS വാര്യർ തന്നെ. അങ്ങനെ ധന്വന്തരിയുടെ പ്രസക്തി ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അതിനകത്ത് പ്രതിപാദിച്ചിരുന്നത് വിവിധ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, ആധുനിക ശരീരശാസ്ത്രം, രോഗനിദാനം, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ഉപകരണങ്ങൾ, രാസികങ്ങൾ, കെമിക്കൽസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ അറിവുകൾ. ഇത്രയൊക്കെ ആ 10-21 വർഷം കൊണ്ട് അദ്ദേഹം സാധിച്ചെടുത്തത് കേരളീയ നാട്ടുചികിത്സയുടെ നവോത്ഥാനം, ആയുർവേദത്തിന്റെ നവോത്ഥാനം. ഇന്നും ആയുർവേദക്കാരും മറ്റു പലരും നമ്മൾ മനസ്സിലാക്കുന്ന കോട്ടക്കൽ ആയുർവേദത്തിൽ ആയുർവേദത്തിന് വേണ്ടിയുള്ളതായിരുന്നു PS വാര്യർ അതിനുവേണ്ടി ഒരു സ്ഥാപനം സ്ഥാപിച്ചത്. ശരിക്കും അതല്ല. കേരളീയ നാട്ടുചികിത്സ അദ്ദേഹം ആയുർവേദത്തിലേക്കല്ല കൊണ്ടുവന്നത്. ആയുർവേദത്തെയും നാട്ടുചികിത്സയും ഒരുമിച്ച് പരിഷ്കരിച്ചിട്ട് ഒരു പുതിയൊരു സമ്പ്രദായം തന്നെ കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. ഒരു വിധത്തിൽ അദ്ദേഹം പല ഇതിൽ വിജയിച്ചു. പക്ഷേ പിന്നെയും അത് ആയുർവേദത്തിന്റെ ഒരു കോളേജ് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കടം ശരിക്കും. അതുപോലെ സമഗ്ര പരിഷ്കരണം, കേരളത്തിന്റെ ചികിത്സാ രീതിയിൽ ഒരു സമഗ്ര പരിഷ്കരണം കൊണ്ടുവന്നത് PS വാര്യരാണ്. അദ്ദേഹത്തെ നമുക്ക് ആദരിച്ചേ പറ്റൂ. ഈ ധന്വന്തരി എനിക്ക് തോന്നുന്നു ആരോഗ്യത്തിൽ താല്പര്യമുള്ള ഓരോരുത്തരും വായിക്കേണ്ട ഒരു സാധനമാണ് ഈ ധന്വന്തരി. അദ്ദേഹം അവർ ഡിജിറ്റൈസ് ചെയ്ത് കോട്ടക്കൽ ആയുർവേദശാല ചെയ്തൊരു നല്ലൊരു കാര്യം, അത് ഡിജിറ്റൈസ് ചെയ്ത് അവരിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അദ്ദേഹം CD ലഭ്യമാണ്. കോട്ടക്കൽ ആയുർവേദശാല ഔട്ട്ലെറ്റ്സിൽ ഇതിന്റെ CD ലഭ്യമാണ്. അതിന്റെ ഗ്രന്ഥസൂചി ഇൻഡെക്സ് കൂടി ലഭ്യമാണ്. നിങ്ങൾക്ക് ഏത് വിഷയം വേണമെങ്കിലും സൂചി വായിച്ചിട്ട് CD ഡീറ്റെയിൽസ് ചെയ്ത പേജുകളിലേക്ക് പോയി വായിക്കാം. അതുപോലെ ഒരുപാട് പ്രസക്തി, ഞാനിപ്പോൾ പറഞ്ഞ പ്രസക്തി കൂടാണ്ട് ഒരു 100 വർഷം മുമ്പ് കേരളത്തിന് ആരോഗ്യം എങ്ങനെയായിരുന്നു, അന്ന് ചികിത്സയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു മാധ്യമമാണ് ഈ ധന്വന്തരിയുടെ കളക്ഷൻ. പിന്നെ ധന്വന്തരി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന വേറൊരു 35 വർഷം മുമ്പേ ധന്വന്തരി പ്രസിദ്ധീകരണം നിന്ന് 40 വർഷത്തോളം ഒരു സ്റ്റാഗ്നൻസി ആയിരുന്നു. ആരോഗ്യ ഹെൽത്ത് ജേർണലിസ്റ്റിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഒന്നുമില്ല, പുതിയൊരു മാസികകളില്ല. അങ്ങനെ വന്നപ്പോൾ പുതിയൊരു ഡ്രൈവ് വരുന്ന മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വായനയാണ്. കോഴിക്കോട് ചെലവൂർ വേണു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പല മാസികകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു പബ്ലിഷറായിരുന്നു. കൂട്ടത്തിൽ അദ്ദേഹം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട സൈക്കോ എന്ന് പറഞ്ഞ മാസിക അവിടുത്തെ കോഴിക്കോട്ടെ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകളുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവരുടെ ലേഖനങ്ങൾ അച്ചടിക്കാൻ തുടങ്ങി. അതൊരു വലിയൊരു സെൻസേഷൻ ആയിരുന്നു അന്ന് കേരളത്തിൽ. സെൻസേഷന്റെ പശ്ചാത്തലം ഞാൻ പറയാം. അതിന് മുമ്പ് 77 അത് 71 അത് തുടങ്ങിയത്. 77 മുതൽ മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു ഗ്രൂപ്പ് ഫെർണാണ്ടസിന്റെ കീഴിൽ പത്രാധിപത്യത്തിൽ കോഴിക്കോടുള്ള തിരുവനന്തപുരത്തുള്ള ഡോക്ടർമാരും ഒക്കെ ചേർന്നിട്ടൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നു. അത് വളരെ കാലം 2000 വരെ നീണ്ടിരുന്ന ഒരു ഇതായിരുന്നു. അതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സുകുമാർ, അദ്ദേഹം വളരെ രസകരമായിട്ട് ഈ സൈക്കോളജിയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഡോക്ടർ മനഃശാസ്ത്രി എന്ന് പറഞ്ഞ അവസാനത്തെ പേജിൽ കാണാം. ഇതിന്റെ മുഴുവൻ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ടെന്ന്. പിന്നെ ഇതിന്റെ ഈ 2 മാസികകൾ മനഃശാസ്ത്ര വായനയിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടുവന്നത് നമ്മുടെ പ്രൊഫസർ കോവൂരിനെ പറ്റി ഞാൻ മുമ്പും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ കോവൂരിന്റെ പ്രസക്തി, അന്ന് ഈ മനഃശാസ്ത്ര വായനയുടെയും പ്രസക്തി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു 40 വർഷം മുമ്പ് വരെ നമുക്ക് മാനസിക രോഗ ചികിത്സയിലൊന്നും വേറെ മാർഗങ്ങളൊന്നുമില്ല. മന്ത്രവാദം മാത്രമായിരുന്നു. മരുന്ന് കൊടുത്തു നോക്കും ആയുർവേദത്തിലൊക്കെ, പക്ഷെ മന്ത്രവാദം മാത്രമായിരുന്നു അന്നത്തെ ഒരു രീതി.
അത് വിട്ട് ഭൂതപ്രേതാദികളുടെ ആവേശത്തിന് ആവേശമല്ല മനോരോഗം, അതേസമയം ചികിത്സ മാറ്റാവുന്ന ഒരു രോഗാവസ്ഥയാണെന്നുള്ള ഒരു ജനങ്ങളുടെ അവബോധം കൊടുത്തത് കോവൂരാണ്. കോവൂരിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ 2 മാസികകൾ വന്നിരുന്നത്. പക്ഷെ അവരുടെ പ്രസക്തി എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിനെ പറ്റി, മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് നല്ലൊരു ആരോഗ്യകരമായ കാഴ്ചപ്പാട് കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവരുടെ പ്രസക്തി. പിന്നെ ആരോഗ്യ മാസികകളെ പറ്റിയിട്ട് നമുക്കൊരു ചെറിയൊരു റിവ്യൂ നടത്തി വെക്കാം. ഏതൊക്കെയാണ് ആരോഗ്യ മാസികകൾ? അതിനകത്ത് മെഡിക്കൽ അസോസിയേഷൻ ആൾക്കാരുടെ മാസികകൾ ഒന്നാമത് വരുന്നു. 1971 മുതൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ അവരുടെ മുഖപത്രമായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. അതിനകത്ത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങളും അവരുടെ പല പ്രശ്നങ്ങൾ, അതായത് ആയുർവേദക്കാരുടെ അന്നത്തെ പ്രശ്നം, ഇന്നത്തെയും പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് തുല്യ അംഗീകാരം മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്ന ഇംഗ്ലീഷ് ഡോക്ടർമാർ അല്ലെങ്കിൽ ലോപ്പതി ഡോക്ടർമാർ അവർ വിളിക്കുന്ന ഡോക്ടർമാർ കൊടുക്കുന്ന അതേ അംഗീകാരം, ശമ്പളം, കാര്യങ്ങൾ എല്ലാം കിട്ടണം എന്നുള്ളതാണ് അതിന്റെ മുഖപത്രമായിട്ട് ആ ലേഖനം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പിന്നെ അവർക്ക് തോന്നി കുറെ ലേഖനങ്ങളൊക്കെ അടിക്കാം. എപ്പോഴും ഉണ്ട് ഫിസിഷ്യൻ. അത് കഴിഞ്ഞ് 83 നിങ്ങളുടെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് IMA പ്രസിദ്ധീകരിക്കുന്നു അവരുടെ മുഖപത്രമായിട്ട്. പിന്നെയുള്ളത് കുറെ ആരോഗ്യരംഗത്ത് പ്രൈവറ്റ് സർക്കുലേഷൻ മാഗസീൻസ് എന്ന് വെച്ചാൽ അതായത് കുടുംബത്തിൽ വായിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, അതായത് ജനങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ വായിച്ച് ആവശ്യങ്ങൾ ഞാൻ കളയാൻ പറ്റിയ കുറെ ആരോഗ്യ മാസികകളാണിത്. ആരോഗ്യശാസ്ത്രം 1978 അനുജനത്തിക്കം എന്ന് പറഞ്ഞിട്ട് വേറൊരു പബ്ലിഷർ അദ്ദേഹം പുറത്തിറക്കിയാണ് മോറൽ ബുക്സ്. അതിന്റെ കെയർ ഓഫ് മോറൽ ബുക്സിന് കുറെ പലതരത്തിലുള്ള പബ്ലിക്കേഷൻസ് ഇട്ട്. പിന്നെ ഇതിലും കുറെ രസകരമായ ഉമ്മൻചാണ്ടിയുടെ ഭാവി എന്നൊക്കെ കുറെ രസകരമായ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം ഒരു മിക്സപ്പാണ് ജനങ്ങളെ ആകർഷിക്കുക എന്നുള്ളത്. പിന്നെ 87 മനോലോകം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് ഒരു ഗ്രൂപ്പ് പ്രസിദ്ധീകരിക്കുന്നു, ശരീരശാസ്ത്രം. അതും അടുത്ത ഒരു 5-6 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഇന്ന് കാണാനില്ല. പിന്നെയാണ് വരുന്നത് കുടുംബമാസികൾ, കുടുംബ ആരോഗ്യ മാസികകൾ. അതിൽ ആദ്യത്തെ പരീക്ഷണം മാതൃഭൂമിയുടേതാണ്. അതായത് അതുവരെ ഈ പ്രൈവറ്റ് സർക്കുലേഷൻ മാഗസിൻസ് ആയിട്ടും ഇവരുടെ അസോസിയേഷൻ മാഗസിൻസ് ആയിട്ടൊക്കെ ഇറക്കിയിരുന്ന ആരോഗ്യ മാസികകൾ കുടുംബത്തിന് മുഴുവൻ വായിക്കാൻ പറ്റിയൊരു മാസികയായിട്ട് ഒരു പരീക്ഷണം നടത്തുകയാണ് അതിന്റെ മാതൃഭൂമിയുടെ ഒരു എഡിറ്റർ. അപ്പൊ അത് ആദ്യ ലക്കം മുതൽ അങ്ങ് ക്ലിക്കായി, ഭയങ്കരമായിട്ട് ക്ലിക്കായി, നന്നായിട്ട് ചെലവായി. പിന്നെ അടുത്ത ലക്കം മുതൽ ഇങ്ങനെ അവർ ധാരാളമായിട്ട് പബ്ലിഷ് ചെയ്ത് ഇന്ന് 2.5 ലക്ഷം കോപ്പി ആണ് ഇതിന്റെ സർക്കുലേഷൻ ആരോഗ്യ മാസികയുടെ, മാതൃഭൂമി ആരോഗ്യ മാസികയുടെ. അപ്പോഴേക്കും നമ്മുടെ IMA അവസരത്തിന് തുയർന്നു. 1999 അവർ അന്നത്തെ നിങ്ങളുടെ ആരോഗ്യം മാറ്റി നമ്മുടെ ആരോഗ്യമാക്കി. അത് ആദ്യത്തെ തുടക്കത്തിലുള്ള ഒരു ലക്കമാണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു ലക്കത്തിന്റെ മുഖചിത്രമുണ്ട്. പിന്നെയുള്ളത് മനോരമ, അവരും വിട്ടുകൊടുത്തില്ല. അതിന് തൊട്ട് പിന്നാലെ മനോരമ 2003-2004 അവർ ചെയ്തുകൊണ്ടിരുന്നത് വനിത എന്ന് പറഞ്ഞ മാഗസീന്റെ ഫുൾ ഔട്ടായിട്ട് ചില പിന്നെ സ്പെഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, ചില പാചകത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ. അക്കൂട്ടത്തിൽ വനിതയിൽ പിന്നെ ഇടണ്ടിയിരുന്ന കുറെ ഇക്കിളി ആരോഗ്യ ലേഖനങ്ങൾ അത് ബാക്കി വന്നപ്പോൾ ഇതെല്ലാം കൂടി ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് അവർ ഫുൾ ഔട്ടായിട്ട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത് വർഷത്തിൽ 3 തവണ ട്രൈമന്ത്ലിയായി പബ്ലിഷ് ചെയ്തു. പിന്നെ അത് മന്ത്ലിയായി. ഇത് ഇവിടെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, വനിതാ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നു. പിന്നെ അത് 2004 ഡിസംബർ ആകുമ്പോഴേക്കും മനോരമ പ്രസിദ്ധീകരണമായി. ഒരു ഔദ്യോഗിക ഒരു പ്രസിദ്ധീകരണമായിട്ട് മനോരമ ഡിക്ലെയർ ചെയ്തു, മാതൃഭൂമിയുടെ മോണോപ്പൊളി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള ശാന്തിഗിരി, 2003 ശാന്തിഗിരിയുടെ ആരോഗ്യ പത്മം എന്ന് പറഞ്ഞിട്ട് ഒരു സൗകര്യ പത്മം എന്നുള്ള പ്രയോഗം അവർ സ്ഥിരം ബ്രാൻഡാണ്, താമരൻ ബ്രാൻഡാണ്. തമാശയായിട്ട് പറയും, ഈ ശാന്തിഗിരിയിൽ എലിവേഷൻ ഇറക്കിയപ്പം മൂഷിക പത്മം എന്ന് പറഞ്ഞിട്ടൊരു അതാണ് പേര് കൊടുത്തെന്നൊരു തമാശയുണ്ട്. ഇനി അത് പിന്നെ ഒരു ആശ്രമ സന്യാസമൊക്കെ ഉണ്ടെങ്കിലും അവസരത്തിനൊത്ത് അവർ കാലോചിതമായിട്ട് അവർ ഉയർന്നു കാണാം, മാസികയുടെ ഡിസൈനിലും ഉള്ളടക്കത്തിലും. അതുപോലെ ഒരു ഉപദേശ സമിതി, ഡോക്ടർമാരുടെ ഉപദേശ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ടിരിക്കും. ഇതിൽ ആരോഗ്യ ലേഖനങ്ങൾ അടിക്കാനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. അവരുടെ തലയിൽ ഇത് ഇടാൻ വേണ്ടി, എന്താണ് ഉത്തരവാദിത്തം ഇടാൻ വേണ്ടിയിട്ട്. ഇവരുടെ കലാകൗമുദിന്റെ ആയുരാരോഗ്യം അവർക്ക് അതും വേണ്ടി വന്നില്ല, ഒരു ടീമോ ഒന്നുമില്ല. അവർ അങ്ങനെ കുറെ ആരോഗ്യ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യും. ഒരു എഡിറ്റർ, ഒരു ലേഡിയുണ്ട്, MD എടുത്തൊരു ഡോക്ടറുടെ പേരുണ്ട് അതിനകത്ത്, അത്രേ ഉള്ളൂ. പിന്നെ മംഗളം, അതുമില്ല. മംഗളത്തിൽ ആരോഗ്യ മാസികകൾ പബ്ലിഷ് ചെയ്യാണ്, കുറെ ലേഖനങ്ങൾ ഉണ്ടാവും. ഇതിൽ ആരാണ് ഉത്തരവാദി, എന്താണ് ഇതിന്റെ കാര്യം എന്നുള്ളതൊന്നുമില്ല. നമ്മൾ വായിച്ചോളുക,
വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ചുരുട്ടിക്കളയാം. പിന്നെ വന്നിരിക്കുന്നത് ജനയുഗം പുനർജനി എന്ന് പറഞ്ഞിട്ടൊരു ട്രൈമന്ത്ലി അവർ ഇറക്കിയിരുന്നു. അതിൽ ആദ്യം മുതൽ ആയുർവേദം എന്നുള്ളതായിരുന്നു അവരുടെ ഫോക്കസ്. അതിൽ നമ്മളെ വെളിമർഗം സഖാവിൻ്റെ ഒരു കുറിപ്പോടെയാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മളെ ആരോഗ്യരക്ഷയ്ക്ക് ഈ ബാക്ടീരിയകളും പിന്നെ മരുന്നുകളും ഇതൊക്കെ കൂടി നമ്മളെ ഭീഷണി ഉയർത്തുന്ന സമയത്ത് ആയുർവേദമാണ് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള വീട്ടിലാണ് പുനർജനി നിന്നുപോയി. പക്ഷേ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ജേണലുകൾ പലതരത്തിലുള്ള പല കാലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ആരോഗ്യമാസികകൾ. 2002 സുബോധയ ആയുർവേദ ശാസ്ത്ര മാസിക എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഗ്രൂപ്പ്. പിന്നെ ആയുർവേദിക് ഡൈജസ്റ്റ് ഇന്നിപ്പോഴും കാണാനില്ല. ആയുർവേദിക് ഡൈജസ്റ്റ് സമ്പൂർണ്ണ ആയുർവേദ മാസികയാണ്. 2005 ഗ്ലോബൽ ആയുർവേദം. അതിന് തൊട്ട് മുമ്പത്തെ വർഷം അവർ ഗ്ലോബൽ ആയുർവേദം ഇംഗ്ലീഷിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് ആയുർവേദ മാസികയാണെന്ന് അവർ പറയുന്നത്. അത് ഇന്ത്യയിലെ മെട്രോ സിറ്റീസിലും വിദേശങ്ങളിലൊക്കെ ഇപ്പോൾ വിതരണം ചെയ്തു. പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗ്ലോബൽ ആയുർവേദം എന്ന പേരിൽ ഇടാൻ തുടങ്ങി. പിന്നെയുള്ള ആരോഗ്യയോഗം, തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആരോഗ്യയോഗം ഇറങ്ങുന്നുണ്ട്. അത് ആദ്യം സമ്പൂർണ്ണ ആരോഗ്യ മാസികയായിട്ടാണ്. പിന്നെ 2015 ഈ വർഷമായപ്പം സമ്പൂർണ്ണ ആയുർവേദ ആരോഗ്യ മാസികയായി. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താ വെച്ചാൽ ഇതൊരു പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ എഡിറ്റർ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാച്ചല്ലൂർ സ്വന്തമായിട്ടൊരു ആയുർവാശ്രമം കെട്ടിപ്പടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെയുള്ള ബുദ്ധിജീവി മാസികകൾ, വൈദ്യശാസ്ത്രം. തെറ്റിദ്ധരിക്കരുത്, വൈദ്യശാസ്ത്രമല്ല വൈദ്യശാസ്ത്രം. വൈദ്യ രംഗത്തുള്ള പ്രവണതകളെ കീറിമുറിക്കാനുള്ള ശസ്ത്രം എന്നാണ് അവർ പറയുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന ബുദ്ധിജീവികൾ ഏതാണ്ട് മുഴുവൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ലേഖനങ്ങൾ കളക്ട് ചെയ്ത് കുറച്ച് പുസ്തകങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അവരുടെ ഒരു കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആധുനികതയെ എതിർക്കുക, ആധുനികമായ ചികിത്സയിലെ എല്ലാ രീതികളെ എതിർക്കുക, ആധുനിക ആശയങ്ങളെ എതിർക്കുക, പിന്നെ ആധുനികമായ രാസവസ്തുക്കൾ, അതായത് ഔഷധങ്ങളെ എതിർക്കുക, ശസ്ത്രക്രിയയെ എതിർക്കുക. ഇത് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതൊരു വലിയൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതിന്ന് രക്ഷപ്പെടുക. അതുപോലെ എന്താണ് പറയുക, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട തന്നെ വളരെ നാച്ചുറൽ എന്താണെന്ന് അവർക്ക് പറഞ്ഞു പറയുന്നത് റിയലി നാച്ചുറൽ ആവുന്ന. അപ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പല പല ചികിത്സാ രീതികൾ അനുവർത്തിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു ഫോക്കസ്. അക്കൂട്ടത്തിൽ ഒരു പരസ്യം ഞാൻ കണ്ട ഡിവൈൻ ഹെൽത്ത് സെന്റർ, ഹീലിംഗ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി കൃഷ്ണസ്വാമി ചെയ്തുകൊണ്ടിരുന്നത് ഹീലിംഗ് ത്രൂ ഖുറാൻ. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ പരസ്യം കണ്ടുള്ള വിചിത്രമായ ഒരു പരസ്യം. പിന്നെ 2007 വൈദ്യശാസ്ത്ര മാസിക ചെറിയ രൂപത്തിൽ നിന്ന് ഒരു വലിയ രൂപത്തിലേക്ക് മാറുകയാണ്, റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട്. പിന്നെ കുറെ ഇൻഡിപെൻഡന്റ് വെഞ്ചേഴ്സ് ആണ്. 2000 പുറത്തിറങ്ങിയ പാരമ്പര്യം എന്ന് പറഞ്ഞ് കുറച്ച് REC സൈഡിൽ നിന്ന്, കാലിക്കറ്റ് RECന്റെ സൈഡിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ കുറെ ഡോക്ടർമാരുടെ പേരുകൾ കാണാം എഡിറ്റർ എന്നുള്ള നിലയ്ക്ക്. ഒരു ഫാമിലി ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ചികിത്സാശാസ്ത്രം എന്ന് എറണാകുളത്ത് നിന്ന്. അതിനകത്തൊരു പ്രത്യേക ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. വായനക്കാർ ചതിക്കുഴിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് പബ്ലിഷ് ചെയ്യുന്നതാണ് അതിനകത്ത് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ അസോസിയേറ്റ് പബ്ലിക്കേഷൻസ് കണ്ടാലറിയാം ചതിക്കുഴി എന്താണെന്നുള്ളത്. പിന്നെ സ്പെഷ്യൽ കെയർ ഇന്ത്യ ന്യൂസ്, ഈ ഒരു ഗ്രൂപ്പ്, തിരുവനന്തപുരത്തുള്ള ഈ ഒരു ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മാസിക എന്നുള്ള ലാഭം ഈ ആക്സിഡന്റ് വിക്ടിംസിന് വേണ്ടി ഉപയോഗിക്കുക. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ ഹെൽത്ത് മീൻസ് ആക്സിഡന്റ് വിക്ടിംസിന് ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ പൈസ കളക്ട് ചെയ്ത ഒരു വളണ്ടറി സംഘടനയാണ്. ഈ മാസിക ഇപ്പോൾ കാണാനില്ല, അവർക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൂടാ. പിന്നെയുള്ള കണ്ണൂരിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഒറ്റമൂലി എന്ന് പറഞ്ഞൊരു മാസിക, സ്വതന്ത്രമായിട്ട് ഇറക്കുന്ന ആരോഗ്യ മാസികകളിൽ ഒന്നാണ്. പിന്നെ ഈ പാലപ്പെട്ടി അവിടുന്ന് ഒരു മാസിക മലപ്പുറത്ത് നിന്ന്, മെഡിക്കൽ ന്യൂസ്. പിന്നെയുള്ളതിൽ ചില ലോബികൾ, ഞാൻ പൊതു ആരോഗ്യ മാസികയുടെ കൂട്ടത്തിൽ പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ലോബി, ഒരു പ്രത്യേക ആശയത്തിന് വേണ്ടി പ്രത്യേക ഗ്രൂപ്പിനകത്ത് പ്രചരണം ചെയ്യപ്പെടുന്ന നാച്ചുറോപ്പതി, പ്രധാനമായിട്ടും നാച്ചുറോപ്പതി പ്രധാന ഒരു ആക്ടിവിറ്റിയുടെ ഒരു പ്രധാന ഭാഗം ഈ പബ്ലിക്കേഷനാണ്. അവർ ആരോഗ്യരംഗത്ത് അവരുടെ അറിവുകൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് അച്ചടിച്ച് വിതരണം ചെയ്യാം എന്നുള്ള ഒരു സ്റ്റൈലാണ് ആദ്യം മുതൽ അവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഗാന്ധിജി നാച്ചുറോപ്പതി സെന്റർ കണിമംഗലത്തെ, അതിന്റെ പ്രോ ഉൽപ്പലാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ലേഖനങ്ങൾ എല്ലാത്തും അതാണ് അതിന്റെ പ്രൊപ്പറേറ്റർ. ഈ പ്രോ എന്നുള്ളത് പ്രൊപ്പറേറ്റർ എന്നുള്ളതിന്റെ ഒരു ചുരുക്ക രൂപമാണ്. പ്രൊഫസർ എന്ന് ആൾക്കാരെ തെറ്റിദ്ധരിക്കും പ്രോ എന്ന് പറയുമ്പം. അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം, തെറ്റിദ്ധരിക്കുക എന്നുള്ളത്. പിന്നെ അത് വളരെ കാലം നടന്നുകൊണ്ട് പോയൊരു മാസികയാണ്. 92 മഹാത്മാ പ്രഗതി ചികിത്സാ കേന്ദ്രം ഇവിടെ തളിപ്പറമ്പ്, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര്
ഇടക്കാക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ഗ്രൂപ്പ് നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. അവരുടെ മാസിക വളരെ കാലാരോഗ്യത ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 3 മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്നു. ഇത് നമ്മുടെ വടക്കഞ്ചേരിയുടെ സുജീവിതം സ്വയം ചികിത്സാ മാസികയായിട്ട് 2001 തുടങ്ങി. പിന്നെ 2005-2006 ആയപ്പോഴേക്കും അതൊരു നല്ലൊരു ആരോഗ്യ മാസികയാക്കി മാറ്റി. അപ്പൊ അദ്ദേഹം അത് ആ സമയമ്പോഴേക്ക് അദ്ദേഹം ഒരു ഡോക്ടറായിട്ട് മാറുകയാണ്. ഡോക്ടർ എന്നൊക്കെ പേരിൽ അദ്ദേഹം ഡിപ്ലോമ എടുത്ത കക്ഷിയാണ്, ND. അപ്പൊ ND എന്നുള്ള MD കണക്കായിട്ട് നാട്ടുകാർ തെറ്റിദ്ധരിക്കും. അതിനെ തെറ്റിദ്ധരിക്കലാണ് ആവശ്യം. അപ്പൊ ND നിട്ടു. അത് പതുക്കെ അദ്ദേഹം ഡോക്ടർ വടക്കഞ്ചേരി എന്നൊക്കെ ആക്കി. ഇപ്പോഴും അദ്ദേഹം ഡോക്ടറാണ്. പിന്നെ 2010 തൊട്ട് ഇവരുടെ വേറൊരു അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു രാധാകൃഷ്ണൻ, തിരൂർ രാധാകൃഷ്ണൻ, പിന്നെ ഇദ്ദേഹം ഗാന്ധിനെ വിട്ട് കളിയില്ല. തിരൂർ ഗാന്ധിയൻ പ്രതിചികിത്സാ കേന്ദ്രമാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. അത് പിന്നെ നാച്ചുറോപ്പതിയിൽ ഓർത്തോപ്പതി എന്ന് പറഞ്ഞ വേറൊരു രീതിയാണ്. നാച്ചുറോപ്പതി ഒന്നും അവർക്ക് ദഹിക്കില്ല. നാച്ചുറോപ്പതിനേക്കാളും മികച്ച രീതിയാണ് ഓർത്തോപ്പതി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ യോഗയുടെ ഒരു ലോബി, വേറൊരു ലോബി, യോഗാരോഗ്യം എന്നും പറഞ്ഞിട്ട് ഇത് കണ്ണൂരിൽ നിന്ന് ഇറങ്ങിയിരുന്ന ഒരു മാസം 2004 ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ നിന്നുപോയി. അതേ ടീം തന്നെ 2010 വേറൊരു മാസികയായിട്ട് പുറത്തു വരുന്നു. പിന്നെ ഇവരുടെ രവിശങ്കറിനെ പോലെ കാം സൂത്ര എന്നതും പറയുന്നത് അതാണ് സ്പെല്ലിംഗ് CALM, കാം സൂത്ര. അപ്പൊ അങ്ങനെ ഒരു ടെക്നിക്കൊക്കെ വികസിപ്പിച്ചെടുത്ത് അതൊക്കെ പ്രചരിപ്പിക്കുക എന്നുണ്ടായി എന്ന് അറിഞ്ഞൂടെ അദ്ദേഹത്തിന്റെ സ്ഥിതി. യോഗാചാര്യൻ 1987 തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗാചാര്യനിൽ നമ്മുടെ ആചാര്യനെ അവിടെ കാണിച്ചിട്ടുണ്ട് പടം. പിന്നെ അത് അവരുടെ പ്രചരണം യോഗയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കക്ഷി യോഗ സന്ദേശം മലയാളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ബിസിനസ് നിങ്ങൾക്ക് അറിയാം, കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇനി 2015 ആരോഗ്യ മാസികൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആരോഗ്യ പച്ച എന്ന് പറഞ്ഞിട്ട് ജനയുഗത്തിലെ പുനർജനി നിന്ന് പോയി എന്ന് പറഞ്ഞു. അതിന്റെ എഡിറ്റർ ഞാനിപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പം അതിന്റെ എഡിറ്ററായിരുന്ന കക്ഷി തന്നെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇദ്ദേഹം കുറെ ആയുർവേദ ഡോക്ടർമാരൊക്കെ സംഘടിപ്പിച്ച് ഒരു പുതിയൊരു മാസിക ഇറക്കിയിരിക്കുകയാണ്. 2 ലക്കം കഴിഞ്ഞു. ഇനി അടുത്ത ലക്കങ്ങൾ ഭാവി എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പിന്നെ ഇപ്പോൾ സ്റ്റാക്കിൽ കണ്ട ഒരു സാധനം ആരോഗ്യ മാധ്യമം കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും വർഷങ്ങളിലൊരിക്കലോട്ടോ അവർ ഇറക്കിയിരുന്നു. ഇനി ഇതിന്റെ പ്രചാരണം കണ്ടാൽ താമസിയാതെ അവരും ഇതൊരു മാസികയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇനി എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും മാസികകൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്ന് വാങ്ങി വായിക്കുന്നു. പക്ഷെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഒരു 100-ലേറെ ആരോഗ്യ ലേഖനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. 100-ലേറെ ആരോഗ്യ ലേഖനങ്ങൾ. അപ്പൊ എന്തിനാണ് ഇത്രയും വിവരങ്ങൾ? നമ്മൾ ആരും ചോദിച്ചു എവിടെ നിന്നാണ് ഇത്രയും വിവരങ്ങൾ കിട്ടുന്നത്? എന്തിനാണ് ഇത്രയും നമ്മൾ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി ഇത്രയും ഒരു മാസം 100 ലേഖനങ്ങൾ നിങ്ങൾ വായിക്കണം? അപ്പൊ ഈ പ്രസാദനം ഇതിൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞെടുക്കുന്നത് വളരെ വ്യക്തമാണ്. അപ്പൊ എന്താണ് വായനക്കാരന്റെ പ്രയോജനം? അപ്പൊ എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ വരുന്നത് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സീക്രട്ട്, അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സാ രംഗത്ത് ഒരു ബഹുസമ്പ്രദായ രീതിയാണ്. ഒരു പ്ലൂറൽ സിസ്റ്റമാണ് ഗവൺമെന്റ് അംഗീകരിച്ചത്. അത് പല കാരണങ്ങളുണ്ട് നമ്മൾ പ്ലൂറൽ സിസ്റ്റത്തിലോട്ട് വരാൻ. മോഡേൺ മെഡിസിന്റെ സമാന്തരമായിട്ട് എല്ലാ സമാന്തര ചികിത്സകളും അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യം, ഒരു വിചിത്രമായ രാജ്യമാണ് നമ്മുടെ ഇത്. ഒരു രോഗത്തിന് പല പല ചികിത്സകളുണ്ട് ഇവിടെ. നിങ്ങൾ രോഗം കൊണ്ടങ്ങ് പോയാൽ മതി. ആയുർവേദമുണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോപ്പതി, നാച്ചുറൽ, ഗവൺമെന്റ് പ്രോമിസ് ചെയ്യുന്ന ചികിത്സകളാണിത്. സിദ്ധ, യുനാനി, എന്തും. അപ്പോൾ ഈ ആരോഗ്യ മാസികകൾ ഈ എല്ലാ ചികിത്സാ രീതികൾക്കും വേണ്ടി ഒരു വളരെ ഒരു സമഭാവന എന്നുള്ള ഒരു സോഷ്യലിസം നടപ്പാക്കിയിരിക്കുകയാണ്. ഇതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ഉദാഹരണം, തലവേദനയ്ക്കുള്ള പിന്നെ ഒരു സ്പെഷ്യൽ ഇഷ്യൂ. അതിനകത്ത് തലവേദന കാരണങ്ങൾ, ഇതൊക്കെ മോഡേൺ ആധുനിക അനാട്ടമി ഫിസിയോളജിക്ക് വെച്ചിട്ട് തലവേദന എങ്ങനെ ഉണ്ടാവുന്നു, മൈഗ്രെയിൻ എന്താണ്, അതാണ് ഇതിന് പ്രിക്കോഷൻസ്, മരുന്നുകൾ, ഇതൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ആയുർവേദത്തിൽ എന്താണ് ചെയ്യുന്നത്, ഹോമിയോപ്പതിയിൽ എന്താ കഴിഞ്ഞ്, പ്രകൃതി ചികിത്സയിൽ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഇഷ്യൂവിലും ഇങ്ങനെ പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ ആയുർവേദം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, സിദ്ധ, യുനാനി ഇവരൊക്കെ ക്ലെയിം ചെയ്യും. അവരുടെ ഓരോ ലേഖനം വായിച്ചാലും നമുക്ക് മനസ്സിലാവുന്നത് ഏത് രോഗത്തിനും എല്ലായ്പ്പോഴും ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഓരോരുത്തരും പറയുന്നത്. പിന്നെയുള്ള പ്രസാധകന്റെ താല്പര്യം എന്താണെന്നുള്ളതാണ്. അതിൽ ഊഹിച്ചാൽ അറിയാം, മിനിമം റിസ്ക് മാക്സിമം പ്രോഫിറ്റ്. കാരണം ഒരു റിസ്ക്കും ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ സ്ക്രീൻ ചെയ്യാൻ ആരുമില്ല. എന്ത് ലേഖനം, ആരുടെ ലേഖനം എങ്ങനെ വേണമെങ്കിലും അച്ചടിക്കാം. ഒരു എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി, അച്ചടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കോളും. അത് നടന്നു പോകാൻ കാരണം ഇതുകൊണ്ട് ബെനിഫിറ്റ് ആവുന്ന കുറെ ആൾക്കാർ. ഈ പരസ്യം നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് ഈ ഒരു ചികിത്സ നടത്താനും നടത്തിക്കൊണ്ടുപോകാനും മരുന്നുകൾ പിന്നെ ഉണ്ടാക്കി രോഗികൾക്ക് കൊടുക്കാനൊക്കെ നിയമങ്ങളുണ്ട്. ഡ്രഗ്സ് കൺട്രോളർ ഉണ്ട്, മാജിക്കൽ റെമഡീസ് ആക്ട് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ പരസ്യങ്ങളും മാജിക്കൽ റെമഡീസ് ആക്ടിന് നഗ്നമായ ലംഘനങ്ങളാണ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പിന്നെ പരസ്യം, അത് അവരുടെ അഡ്വാൻറ്റേജ് പറഞ്ഞു.
അപ്പോൾ അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആരോഗ്യ മാസിക, പരസ്യത്തിന്റെ ഗൗരവം എന്താണെന്ന് ഞാൻ പറയാം. ആരോഗ്യ മാസിക എടുക്കാം, മാതൃഭൂമി ആരോഗ്യ മാസിക. അവരുടെ തന്നെ താരിഫ് പബ്ലിഷ് ചെയ്തതാണ്. ആരോഗ്യ മാസികയിൽ ബാക്ക് കവർ 2,90,000, കളർ ഇൻസൈഡ് കവറിൽ 2,25,000 ഒരു പേജിൽ, ലാസ്റ്റ് പേജിൽ 2 ലക്ഷം, ഫുൾ പേജ് 1,85,000 കളർ പ്രിന്റിങ്ങിന്, ഹാഫ് പേജ് 1 ലക്ഷം. ഇനി പരസ്യ വരുമാനം നോക്കാം. ഈ ഇത്രയും ബാക്ക് ഈ കവേഴ്സും അതൊന്ന് 20 ഫുൾ പേജ്, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ആരോഗ്യ മാസിക എടുത്തു കഴിഞ്ഞാൽ 20 ഫുൾ പേജ് പരസ്യങ്ങളും 12 ഹാഫ് പേജ് പരസ്യങ്ങളും ഉണ്ട് അതിനകത്ത്. മൊത്തം 56,15,000 രൂപയാണ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കയ്യിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കവർ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 ലക്ഷമാണ് ഇവരുടെ ചെലവ്, അതായത് ലാഭം അടക്കം, ഇവരുടെ ശമ്പളമൊക്കെ കൊടുത്ത് പ്രിന്റിംഗ് കോസ്റ്റും എല്ലാം അടക്കം, ലാഭം അടക്കം 50 ലക്ഷം രൂപ. ഈ അതിൽ ലാഭം കൂടി നോക്കി ഒരു 10-60 ലക്ഷം അവരുടെ പോക്കറ്റ് കിടക്കും ഓരോ മാസവും. ഇതാണ് ഇതിന്റെ ബിസിനസ് ആസ്പെക്ട്. പിന്നെ വായനക്കാരൻ എന്താണ് പ്രയോജനം? ഇവർ ചികിത്സാ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. വായനക്കാരന് ശരിക്കും പ്രയോജനപ്പെടുവോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ എത്രയോ പേര് ഇതൊക്കെ വായിച്ചിട്ട്, ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്നു, ഇത് വായിച്ച് പാനിക്ഡ് ആവുന്ന ആൾക്കാരാണ്. ഓരോ ലക്കവും വായിച്ചിട്ട് ഇങ്ങനെ ആശങ്കപ്പെട്ട് അത് സൂക്ഷിച്ചു വെക്കുക, പിന്നെയും ആശങ്കപ്പെടാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുക, വായിക്കുക, പിന്നെയും വായിക്കുക. പുതിയൊരു ലക്കത്തിൽ വേറൊരു പ്രമേഹത്തെ പറ്റി വരുമ്പോൾ പഴയ ലക്കവും പുതിയ ലക്കവും താരതമ്യപ്പെടുത്തി ഇതിൽ ഏത് ഞാൻ ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു ജനങ്ങൾക്കൊരിക്കലും ചികിത്സാ ഉപദേശം അങ്ങനെ നേരിട്ടങ്ങ് കൊടുക്കാൻ പാടില്ല. അതൊരു പബ്ലിക് ഹെൽത്തിന്റെ ഒരു വയലേഷനാണ്, പബ്ലിക് ഹെൽത്തിന് ഒരു ഭീഷണിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി, നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഡോക്ടർമാരൊഴികെ ബാക്കി ആരും സ്വന്തം ആരോഗ്യത്തെ പറ്റി നമ്മുടെ ശരീരത്തിൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്, ഞാനടക്കം. അപ്പൊ നമുക്ക് വേണ്ടുന്നത് ഒരു രോഗത്തിന് നിന്ന് പരിഹാരം വേണമെങ്കിൽ നമ്മൾ എക്സ്പേർട്സിനെ കാണണം. ആരാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? ഗവൺമെന്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്, പബ്ലിക് ഹെൽത്തിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരെ ഏർപ്പാടാക്കി. നമ്മൾ അവിടെ പോയി ചോദിക്കുകയാണ് വേണ്ടത്. അതിന് പകരം ജനങ്ങൾ എന്താ ചെയ്യുന്നത്? ആരോഗ്യ മാസിക വായിക്കുന്നു. അതുപോലെ ഇങ്ങനൊരു സംവിധാനം, അതായത് പബ്ലിക് ഹെൽത്ത് സംവിധാനം കൊണ്ടുവന്നിട്ട് നല്ലൊരു ആരോഗ്യ മാതൃക സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് പോലും നമ്മൾ മറന്നിരിക്കുകയാണ്. അതായത് വിദേശങ്ങളിൽ സ്വകാര്യ ചികിത്സ, സമാന്തര ചികിത്സ, ഇതൊക്കെ മാറ്റിയിട്ട് ജനങ്ങളെ മുഴുവൻ പൊതുജനാരോഗ്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് പുറത്തൊക്കെ ഉള്ളത്. കാരണം നമ്മൾ അവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലാണ് നമ്മൾ ആരോഗ്യം പ്രശ്നങ്ങൾ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യേണ്ടത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ചികിത്സ സർക്കാരും ഏർപ്പെടുത്തിയ ആൾക്കാർ നിശ്ചയിക്കും. അപ്പൊ നമ്മൾ പോപ്പുലർ ആരോഗ്യ മാസികകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആൾട്ടർനേറ്റീവ് മെഡിസിനിലും പ്രൈവറ്റ് ഹെൽത്ത് കെയറിലേക്കും ജനങ്ങളെ ആട്ടിത്തെളിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സേവനമാണ് ഇപ്പം ആരോഗ്യ മാസികകൾ ചെയ്തിരുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ആരോഗ്യ ഭീഷണിയായിട്ട് ഇപ്പം മാറിയിരിക്കണം. നിങ്ങൾക്ക് ആലോചിച്ചാൽ അതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടാവും. ഇവർ ചെയ്യുന്ന ഉപദ്രവം എന്താണെന്നുള്ളത് 1-2 സ്ലൈഡുകളിൽ ഞാൻ കാണിക്കാം. ശാസ്ത്രത്തിന്റെ നിരാകരണം, അതായത് പുതിയ ശാസ്ത്രത്തിനുള്ള റിയൽ അറിവ് എന്താണെന്നുള്ളത് ആർക്കും തീർച്ചയില്ലാത്തൊരു വിധത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ആരോഗ്യ മാസികയിലെ മാതൃഭൂമി ആരോഗ്യ മാസിക സെപ്റ്റംബർ 2004 ഇഷ്യൂ ആണ് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. കുട്ടികളുടെ അപസ്മാരം, അതിന് അപസ്മാരം ഭേദമാക്കാനുള്ള പുതിയ ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ ആലക്കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വായിച്ച ആദ്യം തന്നെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം, അവിടുത്തെ ഡോക്ടർമാർ, ഇന്ത്യയിൽ തന്നെ പ്രശസ്ത സ്ഥാപനം ഈ അപസ്മാരത്തിന്റെ ചികിത്സയിൽ, അവർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് റിസൾട്ട്, അവരുടെ ചിത്ര എക്സ്പീരിയൻസും പബ്ലിഷ്ഡ് റിസൾട്ടും വെച്ചിട്ട് കുട്ടികളുടെ ഒട്ടുമുക്ക അപസ്മാരങ്ങളും 1-2 വർഷം ചികിത്സ കൊണ്ട് മാറും. അത് കഴിഞ്ഞ് ശ്രീതലുള്ള ഈ സർജറി, അതായത് അങ്ങനെ മാറാത്ത കേസിലുള്ള സർജറി ചെയ്തിട്ട്, തലച്ചോറ് സർജറി ചെയ്തിട്ട് മാറ്റിയെടുക്കും, പിന്നെ രോഗികളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാം. അതിൽ 70%, ഇവർ പറയുന്ന കണക്ക് 70% അപസ്മാരവും ഇന്ന് ഇത്രയും ഗവേഷണം നടത്തി ശ്രീധര പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും നിംഹാൻസും ഒക്കെ ഇരിക്കെ 70% അപസ്മാരവും മരുന്നുകൊണ്ട് മാറും. അല്ലാത്തവർക്ക് സർജറി ചെയ്യാം, ബാക്കി 30%. അതിൽ തന്നെയും ഒരു 80% സർജറിയും സക്സസ്ഫുൾ ആണ്, വളരെ വിശ്വസനീയമായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ മൊത്തം 94% രോഗികളെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് വളരെ നോർമൽ സ്ഥിതിയിൽ രോഗം മാറ്റി നോർമൽ സ്ഥിതിയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് പിന്നെ അവർ ക്ലെയിം ചെയ്യുന്നത്. തൊട്ടപ്പുറത്തെ പേരിൽ നോക്കൂ, ബാലാപസ്മാരം, നമ്മുടെ ആയുർവേദക്കാരാണ് ലഘു ചികിത്സകൾ, മുരിക്കിൻ തൊലി, മുഞ്ഞിയില, മുരിങ്ങിയില, ഇതൊക്കെ അരച്ച് മുലപ്പാലിൽ പുരട്ടിയിട്ട് അപസ്മാരം ഉണ്ടാകുന്ന ആൾക്ക്, അപസ്മാരം ഉണ്ടായിക്കഴിഞ്ഞാലേ മരുന്നുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അപസ്മാരം ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ കണ്ടു കഴിഞ്ഞാൽ മുരിങ്ങിയിലയും പിന്നെ മുഞ്ഞയിലൊക്കെ പോയി പറിച്ചു കൊണ്ടുവരുന്ന മുലപ്പാൽ തടി പിടിക്കുക, ഇതൊക്കെ ഉണ്ടാക്കി അയാൾ, അപ്പോൾ അത് ഉണ്ടാക്കുമ്പോഴേക്കും ഇയാൾ എണീറ്റ് വീട്ടിൽ പോയി കുളിച്ച് വിശ്രമിച്ച് തുടങ്ങിക്കാണ്. അപ്പോൾ അതാണ് അതിന്റെ ചികിത്സ എന്ന് പറയുന്നത്. ഇത് പുരട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്നേരം നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു താമരയിൽ അങ്ങനെ കുറേ ഈ കൈക്കുളങ്ങരയുടെ ആരോഗ്യ കൽപ്പദ്രമത്തിലൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ
പ്രാക്ടിക്കലി എന്താണ് പറയുക, പ്രാക്ടിക്കലി ഇംപ്രാക്ടിക്കൽ കാര്യങ്ങൾ ഒക്കെ എടുത്തു പറയുന്നത് അടുത്ത ലേഖനത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോമിയോക്കാരൻ വരുന്നത്. പ്രതിരോധവും ചികിത്സയും, അതായത് അപസ്മാര ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഹോമിയോ മരുന്നുകൾ രോഗവിമുക്തി മാത്രമല്ല പ്രതിരോധം, ഇതിനെ പ്രതിരോധിക്കുന്നു എന്നാണ് പറയുന്നത് ഹോമിയോ മരുന്നുകൾ. ഹോമിയോ മരുന്നുകൾ തന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്തു ഹോമിയോ മരുന്ന് എന്താണെന്നുള്ളത്. പിന്നെ നമ്മുടെ പ്രകൃതിന്റെ ആള് മാധവൻ ഡോക്ടർ പറയാണ്, ആ ശരീരത്തിന് ചൈതന്യക്ഷയം കൊണ്ടാണ് അപസ്മാരം ഉണ്ടാകുന്നത്. അപസ്മാരത്തിന് കാരണം വിഷസങ്കലനാണ് എന്ന് ഇദ്ദേഹത്തിന്റെ ഗുരുക്കൾ ആരോ എഴുതി വെച്ചിട്ടുണ്ട്. അതിലപ്പുറം ഇദ്ദേഹം പോവില്ല. വിഷസങ്കലനാണ്, എന്ത് വിഷാണ് ഏത് വിഷാണെന്നും പറയില്ല, വിഷസങ്കലനാണ് കാരണം. അപ്പം അസുഖം വന്ന മരുന്ന് കഴിക്കരുത്, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കരുത്. അദ്ദേഹം അതെന്നെ പറഞ്ഞു, ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കരുത്. പിന്നെ അതിന് നാച്ചുറൽ ജീവിത രീതി അദ്ദേഹത്തിന് അറിയാം. അതിന് പോയാൽ അദ്ദേഹം പറഞ്ഞു നാച്ചുറൽ ജീവിത രീതി എന്നാണ്. അപ്പൊ നാച്ചുറൽ ജീവിത രീതിയിലേക്ക് എന്നെ കൊണ്ടുവന്നാൽ ഇതൊക്കെ മാറിക്കോളും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരേ മാസികയുടെ ഒരേ ഇഷ്യൂല് വന്ന ലേഖനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഞാൻ സ്ലൈഡുകൾ കട്ട് ചെയ്യാണ്, കാരണം ഈ മാസിക വന്ന അതേ മാസം, മാസിക അച്ചടിച്ചിരിക്കുന്ന മാസം RK ഗുപ്ത എന്നും പറഞ്ഞിട്ട് നീരജ് ക്ലിനിക്ക് നടത്തി അവിടെ ഫിനാബാർബിറ്റോൺ ഗുളിക, പച്ചമരുന്നിന്റെ ആളാണിത്, പച്ചമരുന്ന് പറിച്ചെടുത്തെന്നൊക്കെ പറഞ്ഞ് കൽപ്പദ്രമത്തിലൊക്കെ പറയുന്ന അതേ സാധനം ഫിനാബാർബിറ്റോൺ ഗുളിക ചേർത്ത് കൊടുത്തിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടായി 2004 പിന്നെ ഓഗസ്റ്റിൽ. ഇത് ഈ ഇഷ്യൂ ഇറങ്ങിയ അതേ സമയത്ത്. പിന്നെയുള്ള ഇവർ ചെയ്യുന്ന ഒരു സേവനം എന്താണെന്ന് പറഞ്ഞാൽ ഈ കപട ചികിത്സ, പുതിയ കപട ചികിത്സ ഉണ്ടാക്കുക. നേരത്തെ പറഞ്ഞ വൈദ്യശാസ്ത്ര മാസിക, അതിൽ തുടർച്ചയായിട്ട് എത്രയോ വർഷങ്ങളോളം അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ ആൾട്ടർനേറ്റീവ് ചികിത്സ, പുതിയ ചികിത്സ തന്നെ അവർ കണ്ടുപിടിച്ചു. മൂത്ര ചികിത്സ, എവിടെയും ആർക്കും വേണ്ടാതിരുന്ന സാധനം കേരളത്തിൽ കൊണ്ടുവന്ന് മൂത്ര ചികിത്സയെ പറ്റിയുള്ള ശിവാംബു കൽപ്പവിധി, അത് അതിനകത്ത് പരസ്യത്തിൽ 2004 തൊട്ട് അവർ പബ്ലിഷ് ചെയ്തു. 2007 കാലഘട്ടത്തിൽ കാണാം ജീവജലം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജോൺ W. ആംസ്ട്രോങ്ങിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആർക്കും വേണ്ടാതിരുന്ന, ആരും എന്താണ് പറയാ, ആംസ്ട്രോങ് ആരാന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാണ് ഇവർ. എന്നിട്ട് നമ്മുടെ PK വാര്യർ, കോട്ടക്കലെ പുതിയ അദ്ദേഹത്തിന്റെ PK വാര്യർ, ഇപ്പോഴത്തെ ചീഫ് ഫിസിഷ്യൻ PK വാര്യർ, അവർക്ക് വേണ്ടി എഴുതി വൈദ്യശാസ്ത്രത്തിൽ എഴുതിയ ലേഖനം മാതൃഭൂമി ആരോഗ്യ മാസികയിൽ വരുന്നു. പിന്നെ അതിന് ഭയങ്കരമായിട്ടൊരു ജനങ്ങളുടെ കുത്തൊഴുക്കാണ് മൂത്ര ചികിത്സയിലേക്ക്. അത് മാതൃഭൂമി അതിന്റെ ശരിക്കും അഡ്വാൻറ്റേജ് എടുത്തു. അവർ പുസ്തകം ഇറക്കി. അത് 2011 ഇറക്കിയ പുസ്തകം 3 വർഷം കൊണ്ട് 8 എഡിഷനായി. അതിനു മുമ്പേ ആ റെക്കോർഡ് ഭേദിച്ചത് നമ്മളെ നളിനി ജമീലയുടെ എന്താണ് പറയാ, നമ്മുടെ ആരോഗ്യശാസ്ത്ര പുസ്തകം. അത് 9 വർഷം എടുത്തു ഇത്ര 8 എഡിഷൻ വരാൻ. ഇത് ആ റെക്കോർഡും ഭേദിച്ച് ഇപ്പൊ 11ാമത്തെ എഡിഷനാണെന്ന് കേട്ടു. സത്യം അറിഞ്ഞൂടാ, പക്ഷെ സത്യമായിരിക്കാം. കാരണം കേരളത്തിൽ ഇത്രയും വിട്ടികളുണ്ടെന്നുള്ള നമുക്കിപ്പോഴും നമ്മളത് അവെയർ ആവുകയാണ്. പിന്നെ മാസികകൾ വന്നുകൊണ്ടിരിക്കുന്ന കലാകൗമുദിയിൽ വന്നു. പിന്നെ യൂറിൻ തെറാപ്പി ഫൗണ്ടേഷൻ, അവർ വലിയൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിരിക്കുകയാണ്. അതിൽ പരിഷത്തുകാരും യുക്തിവാദികളും ഇതിൽ പിന്നെ എന്താണ് പറയാ, അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തണം, അവസാനിപ്പിക്കണമെന്ന് ഫൗണ്ടേഷൻ ആവശ്യപ്പെടുന്നു. ഇതിൽ പരിഷത്തിലും നമ്മുടെ യുക്തിവാദിയിലും കോമൺ ആയിട്ടുള്ള ഒരാളേ ഉള്ളൂ. അത് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഡോക്ടർ വിശ്വനാഥന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു കുഞ്ഞിമംഗലത്ത്. അതിനുശേഷമാണ് അവർ ഈ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് അതിന്റെ നോട്ടീസ് അവിടെ വിതരണം ചെയ്ത നോട്ടീസാണ്. പിന്നെയുള്ള പൊതുജനാരോഗ്യ ഭീഷണി, ഞാൻ ഈ സ്ലൈഡോടെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അതായത് പ്രകൃതി ചികിത്സാ ലോബിയുടെ വളരെ കാൻഡിഡ് ആയിട്ട് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഈ ആരോഗ്യ മാസികകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും. അതായത് ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ അന്ധവിശ്വാസമാണ്. എന്താണ് പറയുക, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കൊണ്ട് പന്താടാൻ വിദേശ കമ്പനികൾക്ക് നമ്മൾ കൂട്ടുനിന്നുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു നമ്മുടെ സമൂഹത്തെ ചൂഷണം ചെയ്യാണ് നമ്മുടെ വാക്സിനേഷൻ അന്ധവിശ്വാസം. രോഗാണുക്കളില്ല എന്നാണ് ഇവർ പറയുന്നത്. രോഗാണു പ്രതിക്കൂട്ടിൽ രോഗങ്ങളില്ല, രോഗാണുക്കളില്ല എന്നൊക്കെയാണ് അവരുടെ പക്ഷം. രോഗം ചൈതന്യക്ഷയമാണ്. അതൊക്കെ വന്നുകൊണ്ടിരിക്കും, ആൾ തട്ടിപ്പോയിക്കൊണ്ടിരിക്കും. അതിന് മരുന്നൊന്നും കഴിക്കരുത്, ചികിത്സിക്കരുത്, ഇമ്മ്യൂണൈസേഷൻ എടുക്കരുത്. ഇതൊക്കെയാണ് അവരുടെ രീതി. അപ്പൊ വന്ന് നമ്മൾ എത്തുന്നത് കേരളത്തിലെ ഒരു അനാരോഗ്യ വായനയുടെ അനാരോഗ്യകരമായൊരു വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ ഹെൽത്ത് ജേർണലിസം ഞാൻ പറഞ്ഞു, കേരളത്തിൽ നല്ലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഹെൽത്ത് ജേർണലിസം എന്നുള്ള ആ ഒരു വാക്കിന് തന്നെ അപമാനകരമായ ഒരു സ്ഥിതിയാണ് ആരോഗ്യമാസികൾ വായിച്ചാൽ നമുക്ക് കിട്ടുന്നത്. നല്ല നല്ല ലേഖനങ്ങളുണ്ട് ഇപ്പോഴും. ആരോഗ്യമാസികൾ പ്രവർത്തിക്കുന്ന എഡിറ്റേഴ്സിനെ എനിക്കറിയാം, കുറച്ച് നല്ല ചെറുപ്പക്കാർ, വളരെ നല്ല അറിവും കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ഞാൻ പറയും, നിങ്ങൾ എന്തിനാണ് ഈ വാക്കിൽ? സാർ, നമ്മുടെ മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്, നിസ്സഹായാവസ്ഥയാണ് അവരുടേത്. ഇനി നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ. ഇന്നില്ലാത്തത് ഒരു കാര്യം, ആർക്ക് വേണമെങ്കിലും ഒരു മാസിക, ആരോഗ്യ മാസിക എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിക്കാം, വിൽക്കാം. അതിന് യാതൊരു തടസ്സവും, ഉള്ളടക്കത്തിനെ പറ്റി യാതൊരു ഓഡിറ്റിങ്ങോ ഒരു ഉത്തരവാദിത്വം ആർക്കുമില്ല, അതിനകത്ത് ആർക്കും ഏൽപ്പിച്ചു കൊടുത്തിട്ടുമില്ല.
അപ്പോൾ ഉള്ളടക്കം പരസ്യവും ഓഡിറ്റ് ചെയ്യപ്പെടണം. അതാണിപ്പം എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതുപോലെ ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിയമപരമായ നടപടിക്ക് ഒരു സംവിധാനം ഉണ്ടാവണം. കാരണം നിയമങ്ങളില്ലായിട്ടില്ല, നിയമങ്ങളുണ്ട്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് ഉണ്ട്, 1940, അതിൻ്റെ റൂൾസ് വന്നു, 1945 റൂൾസ് വന്നു. മാജിക് റെമഡീസ് ആക്ട് ഉണ്ട് 1954. മാജിക് റെമഡീസ് ആക്ടിൽ വളരെ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ പരസ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് പരാതിപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിലുണ്ട്. ഇത്തരം പരസ്യങ്ങൾ ഡ്രഗ്സ് കൺട്രോൾക്ക് നേരിട്ട് നമുക്ക് പരാതിപ്പെടാം. അപ്പോൾ ഇതിലേക്കൊരു ഇനീഷ്യേറ്റീവ്, അതായത് ഈ ഒരു ആരോഗ്യമാസികളെ നിയന്ത്രിക്കേണ്ട ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെല്ലാവരും ഈ ഒരു വെഞ്ചർ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായം ഇനി ഉണ്ടാവും. അതുപോലെ ഇത് പരാതികൾ ഈ അവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ അത് സമൂഹത്തിന് തുറന്നു കാട്ടുക, പരാതിപ്പെടേണ്ട സ്ഥലത്ത് പരാതിപ്പെടുക, ഇവർക്ക് നിയന്ത്രണം ഉണ്ടാക്കുക. കാരണം 10-15 വർഷങ്ങളായി ജനങ്ങളെ വളരെ ക്രൂരമായിട്ട് ആരോഗ്യ അവബോധം ക്രൂരമായിട്ട് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം നമുക്ക് എവിടെയെങ്കിലും ഒരു കൺട്രോൾ വേണം. ഒരു നല്ലൊരു ഹെൽത്ത് ജേർണലിസ്റ്റിലേക്ക് കേരളം വരട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തും. ഈ ഗ്യാപ്പിനിടയ്ക്ക് ഞാൻ വേറെ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. ഗ്യാപ്പിനിടയ്ക്ക്, കാരണം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വലിയൊരു വിഷയം ഉണ്ടായിരുന്നു. ധനഞ്ജയ പറഞ്ഞതും ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞതും, അതായത് ഗവൺമെന്റ് തന്നെയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം ഈ നമ്മുടെ മാജിക് റെമഡീസ് ആക്ട് ലംഘിക്കുന്നു. മാജിക് റെമഡീസ് ആക്ട് ലംഘിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഹോമിയോപ്പതിയും ആയുർവേദവും ഇതെല്ലാം കൂടി ആയുഷ് ഡിപ്പാർട്ട്മെന്റ് തന്നെയും ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ അവർ വളരെ ഹ്യൂജ് ഫണ്ടുകൾ, ഇന്നലെ ധനഞ്ജയ പറഞ്ഞ പോലെ ഹ്യൂജ് ഫണ്ടുകളാണ് ഇവർ കൊടുക്കുന്നത് ജനങ്ങൾക്ക്. ഈ നമ്മുടെ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് കൊടുക്കുന്നുള്ളതാണ് അതിന്റെ ദുരവസ്ഥ. അതുപോലെ ഇന്നലെ നമ്മുടെ വിശാൻ ഡോക്ടർ പറഞ്ഞ ആ ഒരു റിസർച്ച്, അത് ഒരു സുപ്രഭാതത്തിൽ നടന്നല്ല. റിസർച്ച് അതിന് ബാക്ക്ഗ്രൗണ്ട്, വലിയൊരു ലോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് വലിയത്തൻ സാർ ആയുർവേദിക് ബയോളജി എന്ന് പറഞ്ഞ് 1998 ഒരു പ്രപ്പോസൽ ഗവൺമെന്റ് കൊടുത്തു. പിന്നെ മില്ലിനിയം പ്രോജക്ടിന്റെ പാർട്ടിൽ വളരെ ഹ്യൂജ് ഫണ്ട്, ഒരു 10 കോടിയോളം, എൻ്റെ അറിവ് അന്ന് തന്നെ 10 കോടി അവർ കൊടുത്തിരുന്നു പല തരത്തിലുള്ള ഗവേഷണം ചെയ്യാൻ. ഇന്നലെ മൈഥിലി എന്ന് പറഞ്ഞ ഡോക്ടർ മിതാലി എന്ന് പറഞ്ഞ ഡോക്ടർ അവർ ചെയ്ത ഗവേഷണവും വളരെ ആക്സിഡന്റായിട്ട് ചെയ്തില്ല. അവർ എത്രയോ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പിന്നാലെ നിന്ന് ഗവൺമെന്റ് പൈസ കൊടുത്ത് അവർ എല്ലാം കൂടിയിരുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ആകസ്മികമല്ല ഇത്. പലതും വളരെ പ്ലാൻഡും പലരുടെയും എന്താ പറയുക അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻ്റെ പേര് ഷഹീർ അലി എന്നാണ്, വീട് പാലക്കാടാണ്. ഇപ്പോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തന്ന ഒരു ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഒരു മാസികയാണ് ധന്വന്തിരി. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ നിലവിലുള്ള ഒരുപാട് ഈ ഫാമിലി ആരോഗ്യ മാസികകൾ, അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് കുറെ നെഗറ്റീവ്സ് പറഞ്ഞത്. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ആരോഗ്യ മാസികകൾ നന്നായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം ഇപ്പൊ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒരുപാട് കുതിച്ചുചാട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആരോഗ്യ രംഗത്ത് നമ്മൾ വളരെ പെർഫെക്റ്റ് ആണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതിന് ഈ ആരോഗ്യ മാസികകൾ എന്തെങ്കിലും സംഭാവനകൾ നമുക്ക് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങളാണ് ഒരുപാട് ആരോഗ്യ മാസികകൾ നൽകുന്നത് എന്ന് പറഞ്ഞു. അതിന് ബദലായിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ രംഗത്തുള്ള വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ അവസാനം ചോദ്യം തന്നെയാണ് എന്റെയും ആഗ്രഹം. നമുക്ക് സ്വന്തമായിട്ടൊരു ഇപ്പൊ യുക്തിയുഗത്തിലൂടെ നമ്മൾ കാര്യമായിട്ട് കാരണം യുക്തിയുഗത്തിന്റെ കഴിഞ്ഞ 2 വർഷത്തെ ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ഗൗരവമായിട്ട് നമ്മളൊരു അഡ്രസ് ചെയ്തൊരു ഇഷ്യൂ ആണ് നമ്മൾ ആരോഗ്യരംഗത്തുള്ള അവബോധം. ഒന്നാമത് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾക്കുള്ള അവബോധത്തിലാണ്. അവബോധം കറക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒന്നാമത്തെ കാര്യം. നമ്മൾ നല്ല ഇൻഫർമേഷൻ കൊടുത്താലും ഇതിലപ്പുറം വിഷസങ്കലനാണോ മയാസാണോ അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇല്ലേ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ ഇതെല്ലാം തീർന്നു, നമ്മുടെ ബലൂണങ്ങ് പൊട്ടി. അവിടെയാണ് പ്രശ്നം. അപ്പൊ ജനങ്ങളുടെ യഥാർത്ഥത്തിൽ എന്താണ് മനുഷ്യർ നമ്മുടെ ഓരോരുത്തരും ശരീരത്തിൽ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി അവബോധം ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ മായികമായ കാര്യങ്ങൾ ചിന്തിച്ച് ഈവൻ നമ്മൾ യുക്തിവാദികളിൽ പോലും ആൾക്കാരുണ്ട്. ഹോമിയോപ്പതി, അദ്ദേഹം ഒരു ഹോമിയോപ്പതിന്റെ ഒരു സപ്പോർട്ടർ ഉണ്ട് നമ്മുടെ വളരെ. അദ്ദേഹം പറയുന്നത് ഹോമിയോപ്പതിയിൽ യുക്തി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം യുക്തിവാദിയും അദ്ദേഹം ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു യുക്തിയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് മരുന്ന് കൊടുത്താൽ മാറും, അതിൽ യുക്തി ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് ആ ലെവലിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഈ അവയർനെസ് അതൊരു വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ജനങ്ങളുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു ഹെൽത്ത് ജേർണലിസം വരട്ടെ എന്നുള്ളതാണ് എന്റെയും ആഗ്രഹം.
ഈ പറഞ്ഞ മാസികകൾ പലതും, മാതൃഭൂമി ആരോഗ്യ മാസികയായാലും മനോരമയുടെ ആരോഗ്യം മാസികയായാലും അവരുടെ കയ്യിൽ നല്ല ജേർണലിസ്റ്റുകളും ഒരുപാട് പുതിയ ഇൻഫർമേഷൻ കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ആദ്യ ലേഖനം കഴിഞ്ഞാൽ പിന്നെ ഇതിന് നെഗറ്റീവ് സാധനങ്ങളാണ്. ഇപ്പം ആദ്യ ലേഖനത്തിൽ ഇത് മുഴുവൻ പറഞ്ഞു, ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. അതുപോലെ ആദ്യ ലേഖനത്തിൽ ഇത് മുഴുവൻ ഉണ്ടാവും. മോഡേൺ ആധുനിക രീതിയിൽ എങ്ങനെയാണ് ഈ രോഗത്തിനെ നമ്മൾ നിർവചിക്കുന്നത്, എങ്ങനെയാണ്, എന്താണ് പരിഹാരം. അത് കഴിഞ്ഞ് 2 പേജ് അപ്പുറം മറിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവം മാറി, ചിത്രം മുഴുവൻ മാറുകയാണ്. ഒരാൾ പറയുന്നത് ഇത് ത്രിദോഷങ്ങൾ കൊണ്ടാണ്, അങ്ങനെ ത്രിദോഷങ്ങൾ ഇത് ചെയ്യും. പിന്നെ വിഷസങ്കലനം കൊണ്ടാന്ന് പറയും വേറൊരാള്, ഈ മയാസം കൊണ്ടാണെന്ന് പറയും. ഇതിലൊരു തീരുമാനം എടുക്കാൻ എവിടെയും ഒരു സ്കോപ്പും ഇല്ല ആർക്കും. ഒരു തീരുമാനത്തിൽ ഏത് ലേഖനം വായിച്ചാലും നമ്മൾ എവിടെയെങ്കിലും അങ്ങ് ചായും. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി ഇപ്പോഴില്ല. അതാണ് പറഞ്ഞത് നമുക്കൊരു ഓഡിറ്റിംഗ്, നല്ലൊരു ഓഡിറ്റിംഗ് വേണം. എന്റെ പേര് ജോസഫ്. ഇപ്പൊ ഈ ഏതാണ് മാസങ്ങൾക്കകം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. രാഷ്ട്രീയ പാർട്ടികള് അവരുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പൊ. സ്വതന്ത്ര ലോകത്തിന്റെ ഭാഗമായി നമുക്ക് ഈ ആരോഗ്യ പ്രശ്നത്തെ സംബന്ധിച്ച് ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് അവരുടെ മാനിഫെസ്റ്റോയിൽ പെടുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു നിർദ്ദേശം, അതായത് സ്വതന്ത്ര ലോകം എന്ന കൂട്ടായ്മയുടെ ഭാഗമായി മുന്നോട്ട് വെക്കാൻ ചിലത് പിന്നെ ജനങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു ചോദ്യം. 2, നമ്മുടെ കേരളീയർ എന്ന് പറഞ്ഞ വിദ്യാസമ്പന്നരാണെന്നാണ് വൈപ്പ്. പിന്നെ എല്ലാ ആളുകളും അസുഖമൊക്കെ വരുമ്പോൾ മോഡേൺ മെഡിസിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഈ പ്രചാരം ഈ മോഡേൺ മെഡിസിന്റെ പിന്നെ ഗുണഭോക്താക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് ഈ ഹോമിയോയും ആയുർവേദമാണ് ഈ സ്വർഗലോകം തരുന്നതെന്നാണ് പറയുന്നത്. ആദ്യം ഒരു വലിയ അതൊരു ഒരു വൈരുദ്ധ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും എല്ലാ അസുഖത്തിനും പിന്നെ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുകയും നമ്മളെല്ലാം പ്രചാരകരായിട്ട് മാറുന്ന ഹോമിയോയും ആയുർവേദവും പിന്നെ സിദ്ധ. ഇപ്പൊ കൂടുതൽ ആളുകൾ സിദ്ധ, അങ്ങനെ എല്ലാ രോഗവും മാറുന്നതാണ് സിദ്ധ എന്നാണ് ഇപ്പം പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാൻ കാരണം? ഈ ഒരു എഡിഷൻ കൂടി ഉണ്ട്. സിദ്ധക്ക് ശേഷം വന്നിരിക്കുന്ന മൂത്രചികിത്സയാണ്. ഇതിൽ വളരെ പ്രസക്തമായ 2 ചോദ്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ അനുകൂലിക്കുന്നു. സ്വതന്ത്ര ലോകത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഗവൺമെന്റിലേക്ക് നമുക്കൊരു റെപ്രസെന്റേഷൻ കൊടുക്കാം ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ പാർട്ടികൾക്ക് കൊടുക്കാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാം. അവരുടെ പിന്നെ അജണ്ടയിൽ ഇത് ഉണ്ടാവുമെന്ന് നോക്കാം. പക്ഷെ ഈ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അപ്പൊ നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ഈ സഖാക്കന്മാർ മുഴുവൻ ഇപ്പം പിന്നെ പ്രതിചികിത്സാ കേന്ദ്രത്തിൽ തടവിക്കാൻ പോവാണ്, ആയുർവേദ കേന്ദ്രത്തിൽ. അവിടെ പോയിട്ട് നമ്മൾ കൊടുക്കണം. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അതൊരു വസ്തു, നല്ലൊരു സജഷനാണ്. പക്ഷെ ജനങ്ങൾക്ക്, അതായത് നമ്മളിപ്പം നമ്മുടെ സംവിധാനത്തിൽ, ജനാധിപത്യ സംവിധാനം, ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മളിപ്പോ ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി. പുറമേ നിന്ന് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഇയാൾ മരുന്ന് കമ്പനിക്കാരന്റെ ആളാണ്, അപ്പൊ മരുന്ന് ചെലവാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഹോമിയോക്കാരും പിന്നെ പ്രതിചികിത്സക്കാരും എല്ലാം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ മരുന്ന് കമ്പനിക്കാരുടെ ആളാണ്, അതുകൊണ്ടാണ് അവരെ എതിർക്കുന്നത്. അവര് ഒന്ന് ഡൗൺ ആയിട്ട് വേണം നമുക്ക് മരുന്നുകൾ വിറ്റിട്ട്, അന്തർദേശീയ ഗൂഢാലോചന എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ജനങ്ങൾ ഇതിനകത്തോട്ട് വരുന്നെന്നുള്ളത് പല പല കാരണങ്ങളുണ്ട്. ഇപ്പം ഡോക്ടർമാർ പോലും സമാന്തര ചികിത്സ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം പറഞ്ഞു, കാരണം അവർ സയൻസുമായിട്ട് അത്ര ബന്ധം, മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സയൻസുള്ള ചികിത്സയാണ് അവർ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ബേസിക് സയൻസും സയൻസിന്റെ യുക്തിയൊക്കെ പിന്നെ വരും. അത് +2 ലെവൽ യുക്തി ഉറച്ചവർക്ക് മാത്രമേ MBBS കഴിഞ്ഞാലും യുക്തി നിൽക്കും. അല്ലാത്തവർ വിചാരിക്കും ആയുർവേദം നല്ല. ഇപ്പൊ നടുവേനായിട്ട് പോയി കഴിഞ്ഞാൽ ചില ഡോക്ടർമാർ പറയും നിങ്ങൾ ആയുർവേദത്തിൽ പോയി തടവിച്ചോളൂ എന്ന് പറയും. അതാണ് സ്ഥിതി. ഈ കേരളത്തിലെ പിന്നെ പ്രസിദ്ധീകരണങ്ങളില് ഇനി അങ്ക് സൂചിമുഖി നിലമറ്റുള്ള കുറച്ച് മാസികകളുടെ ഇതില് പിന്നെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഈ കോട്ടക്കലിന്റെ പിന്നെ ആയുർവേദ ഔഷധ നിർമ്മാണത്തില് മോഡേൺ മെഡിസിന്റെ രീതിയിലേക്കുള്ള പരിഷ്കരണം കൊണ്ടുവന്നു കോട്ടക്കലാണ്. അന്നേരം അതുകൊണ്ട് അത് യഥാർത്ഥത്തില് ആയുർവേദത്തിന്റെ ഈ മോഡേൺ മെഡിസിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ആയുർവേദത്തിന്റെ ബദൽ ചികിത്സ എന്നുള്ള രീതിയിൽ പോപ്പുലറൈസ് ചെയ്യാനുള്ള വിപരീതമായ ഒരു ഫലവും കൂടി ചെയ്തിട്ടില്ല എന്നുള്ള പിന്നെ ഒരു സംശയമുണ്ട്. അതായത് മോഡേൺ മെഡിസിന്റെ പാറ്റന്റ് രീതിയിലേക്ക് ക്യാപ്സ്യൂള്, അതുപോലെ അതിന്റെ ടെക്നോളജി, മോഡേൺ മെഡിസിന്റെ ടെക്നോളജി ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊട്ടക്കലാണ്, പിന്നെ ഔഷധ നിർമ്മാണ മേഖലയിൽ. അന്നേരം അത് ഒരു വിപരീത ഫലം
ചെയ്തില്ല എന്നുള്ളൊരു സംശയമുണ്ട്. മറ്റേ തുടക്കത്തിലെ അതിന്റെ ഇതാണ് പറയുന്നത്. പിന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം ഇല്ലെങ്കിലും എനിക്ക് ഞാൻ നേരത്തെ സാറുമായിട്ട് ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇപ്പം പറഞ്ഞല്ലോ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആളുകൾ ഇതിന്റെ പ്രചാരകരാകുന്നുണ്ട്. അത് സാറിന് ഓർമ്മയുണ്ടായിരിക്കും. കാരണം കേരളത്തിലുള്ള ഈ മോഡേൺ മെഡിസിന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ ആയിരുന്നല്ലോ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ തെറ്റായ രീതികളെ ചോദ്യം ചെയ്തത്. അന്നേരം അത് ആ കാലഘട്ടത്തിൽ അന്നേരം ഇപ്പോഴത്തെ ശാസ്ത്രീയ അവബോധത്തിനേക്കാൾ പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നത് ആദ്യകാലങ്ങളിൽ ഇപ്പോ ആയുർവേദവും അല്ലെ ഹോമിയോ ബദൽ മെഡിസിന്റെ ആളുകൾ മോഡേൺ മെഡിസിനെ വിമർശിക്കാൻ അറിയില്ലായിരുന്നു അവർക്ക്. അന്നേരം അവർക്ക് ആയുധം കൊടുത്തതെന്ന് പറഞ്ഞാല് സതുദ്ദേശത്തിൽ കൂടിയാണെങ്കിലും മോഡേൺ മെഡിസിൻ തന്നെയുള്ള ടോണിക്ക് അതുപോലെയുള്ള അശാസ്ത്രീയ മോഡേൺ മെഡിസിന്റെ ദുരുപയോഗത്തിനെ ചോദ്യം ചെയ്ത് അന്നേരം ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അപകടമുള്ള ചികിത്സാ രീതിയാണെന്നുള്ള സതുദ്ദേശത്തോടുള്ള വിമർശനം തെറ്റായ മെസ്സേജ് സമൂഹത്തിന് കൊടുത്ത് അന്നേരം പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് ഈ ബദൽ ചികിത്സകര് ഈ മോഡേൺ മെഡിസിനെ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ വിമർശിക്കുന്നത്. അതിന്റെ ദാർശനിക പശ്ചാത്തലം ഇപ്പൊ ഇല്ലിച്ചിന്റെ പൗലോ ഫ്രയറിന്റെ എല്ലാം ഈ ഒരു സിസ്റ്റത്തിനെ ഇപ്പൊ ഇല്ലിച്ചിന്റെ ലിമിറ്റ്സ് മെഡിസിൻ എന്നുള്ള പയ്യന്നൂർ ഹെൽത്ത് ഫോറത്തിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയാലോ. അന്നേരം അതുകൊണ്ട് ഈ ആധുനിക മെഡിസിന്റെ വിശ്വാസ്യത തകർക്കുന്നതിൽ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടക്കത്തിൽ വന്ന വിമർശനമാണല്ലോ തുടക്കം കുറിച്ച്. അന്നേരം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിഗണിക്കണം, വിമർശനങ്ങൾ പരിഗണിക്കണം എന്നുള്ള അതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുമ്പോൾ ഇതാണൊരു കാരണവും കൂടി എന്നുള്ള രീതിയിൽ അതിനെ വേണ്ടത്ര മനസ്സിലാക്കി എന്നുള്ളൊരു സംശയം. ഇതിൽ ആദ്യം പറഞ്ഞ പോയിന്റ് ഞാൻ തന്നെ പരാമർശിച്ചിരുന്നു. അതായത് വാര്യർ PS വാര്യരുടെ പ്രധാന അജണ്ടയും ഇത് തന്നെയായിരുന്നു. അന്നത്തെ നാട്ടുവൈദ്യം അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ ആ ട്രഡീഷനിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾ മോഡേണൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിർമ്മാണം മോഡേണൈസ് ചെയ്യുക. അതായത് അന്ന് വീട്ടിൽ നമ്മൾ കുറിപ്പടി വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം മരുന്നുണ്ടാക്കാൻ ഓരോ രോഗിയും. അപ്പോൾ അത് മരുന്ന് സ്റ്റാൻഡർഡൈസ്ഡ് ആവുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഇതിലേക്ക് വന്നത്. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, അതായത് ആയുർവേദക്കാർ പിന്നെ കോളേജിൽ നിന്ന് പഠിച്ച് കോട്ടക്കൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെല്ലാം കൂടി ഇത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവന്നു, അവരുടെ അവസ്ഥയ്ക്ക് കൊണ്ടുപോയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നിന്നുകൊണ്ട് അതായത് പരിഷത്ത് എനിക്ക് ഞാൻ പറഞ്ഞ ഈ ഔഷധങ്ങൾ, ഈ ആധുനിക ഔഷധങ്ങൾ വിഷകരമാണ്, സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നൊക്കെ ആദ്യം പ്രചരിപ്പിച്ച് തന്നെയും പരിഷത്തും നമ്മുടെ ഇക്ബാൽ സാറുമാണ്. ഇക്ബാൽ സാറിനെ ഇരുത്തിക്കൊണ്ട് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്ത് അദ്ദേഹത്തിന് പറ്റിയൊരു കാര്യം, ഈ കാര്യം പറയുകയും ചെയ്തു. പക്ഷേ സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുപോലെ ഈ സമാന്തര ചികിത്സ ആരോഗ്യത്തിന് ഭീഷണി, ചില ഘട്ടങ്ങളിലെങ്കിലും ആരോഗ്യത്തിന് ഭീഷണി, നമ്മൾ ശരിയായ ചികിത്സ ഇല്ലെങ്കിൽ ആരോഗ്യത്തിന് ഭീഷണിയാവുന്നുള്ള കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയാതെ വിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റ്. അത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇതിലോട്ട് വന്നേനെ. കാരണം ഇപ്പൊ ശാസ്ത്രസാഹിത്യ പരിഷത്തിൽ ധാരാളം ആൾക്കാർ ഇപ്പോഴും ഹോമിയോക്കാരും ആയുർവേദക്കാരും ഉണ്ട്. കാരണം അന്ന് ഇക്ബാൽ സാർ പറഞ്ഞുകൊണ്ട് മോഡേൺ മെഡിസിന് എതിരെ ആണ് ഇവരുടെ സ്റ്റാൻഡ് എന്നുള്ളത്, അതായത് കുത്തകകൾ മരുന്ന് വെക്കുന്നതിനെതിരെയാണ് ഇവരുടെ സ്റ്റാൻഡ് എന്നുള്ളത് കൊണ്ട് പരിഷത്തിലോട്ട് വന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പരിഷത്തിനകത്ത് അവരെ വിമർശിക്കുമ്പോൾ അതിഭയങ്കരമായ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നത്. പക്ഷേ യുക്തിയുഗത്തിന് ഭാഗ്യവശാൽ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആണ്. എനിക്കൊന്ന് യുക്തിയുഗത്തിലൂടെ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു നമ്മുടെ യുദ്ധം. എന്റെ പേര് അനിൽ ജോസ് എന്നാണ്, എറണാകുളത്ത് നിന്നാണ്. ഞാൻ ബേസിക്കലി മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ളതാണ്. ഞാനിപ്പോ സാറ് സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ മത പുരോഹിതന്മാരും മത പ്രവാചകരും പറയുന്ന മാതിരി നമ്മളെ കുറിച്ചുള്ള എതിർപ്പുള്ള ഒരു സാധനവും പുറത്തു വരരുത്, അല്ലെങ്കിൽ അറബിയിൽ തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും, മറ്റു ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കില്ലേ എന്നുള്ള രീതിയിൽ ഒരു ടോണാണ് പല സമയത്തായിട്ട് പല പല ചർച്ചകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എതിർക്കുന്ന ഒരാളും മുന്നോട്ട് വരരുത്. ഇത് എല്ലാവരും അറിയട്ടെ, ഇപ്പം ആരോഗ്യമാസികൾ ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ ജീവിത രീതിയിലോ വ്യത്യസ്തമായ ചികിത്സാ രീതിയിലോ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യുന്ന പലതും പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് ജനങ്ങൾക്ക് തീരുമാനമെടുക്കാമല്ലോ അവർക്ക് ഏതാണ് വേണ്ടിയെന്നുള്ളത്. അതല്ലാതെ ഇതെല്ലാം ഈ മതത്തിൽപ്പെടുന്ന ഈ വഴി മാത്രമേ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂ എന്ന് പറയുന്ന രീതിയിൽ സ്വതന്ത്ര ചിന്തകൾ മാറണമോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുന്ന രീതി. ഇപ്പം മോഡേൺ മെഡിസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനപ്പുറത്ത് തന്നെ 2-3 ഭാഗങ്ങളായിട്ട് വേറെ ജീവിത രീതിയുടെ വേറെ ചികിത്സാ രീതിയുടെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാണ്. മോഡേൺ മെഡിസിൻ മോശമാണെന്നും അവർ പറയുന്നില്ല, വ്യത്യസ്തമായ സാധനം ചെയ്യുന്നു. ആൾക്കാർക്ക് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവല്ലേ വേണ്ടിയത്, ഒന്ന്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇപ്പം ഈ സ്വതന്ത്ര ചിന്തകന് നിർബന്ധം പിടിക്കുന്ന മാതിരി അലോപ്പതി ഒഴികെ ബാക്കിയെല്ലാം പൊട്ടത്തരമാണെങ്കിൽ അതിനകത്ത് ആൾക്കാർ പോവില്ലല്ലോ, അവർ തിരിച്ചിങ്ങോട്ട് വരികയല്ലേ ചെയ്യുക. ഇത് എന്തുകൊണ്ടാണ് അലോപ്പതിയിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? ഇതൊരു ആരോഗ്യപരമായ ചർച്ചയും ആരോഗ്യപരമായ വിനിമയം നടക്കല്ലേ വേണ്ടത്. അതിന് പകരമായിട്ട് മറ്റെല്ലാ മതങ്ങളും പറയുന്ന മാതിരി ഇത് മാത്രമാണ് സത്യം, ഇത് മാത്രമാണ് വഴി, ഇത് മാത്രമാണ് ജീവൻ എന്ന് നമ്മൾ ബലം പിടിക്കണോ? ചർച്ചകൾ ഉണ്ടാവട്ടെ, ആരോഗ്യപരമായ ചർച്ചകൾ ഉണ്ടാവട്ടെ.
എങ്കിൽ മാത്രമേ ഇതിന് ശരിയും തെറ്റുള്ള അറിയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ചൂഷണം സർ, ഒരു നടക്കുന്നുണ്ടെങ്കിൽ ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്, അതെ. കൺക്ലൂഷൻ അല്ല. അതാണ് എന്റെ സജഷൻ. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതിന് വരെ ഇങ്ങനെ ചെയ്യേണ്ടതെന്നാണ് എന്റെ ചോദ്യം. ഇതിൽ കുറച്ച് ആശയപരമായി നമ്മൾ തർക്കങ്ങൾ ചർച്ചകളിൽ പിന്നെ വരുന്ന ആ ചർച്ചയുടെ മൊഡാലിറ്റിയാണ് നിങ്ങളത് ചോദ്യം ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരാൾ വരികയാണ്, ഭൂമി പരന്നിട്ടല്ലേ, ഒരു വിഡ്ഢിയായ ഒരാൾ ഭൂമി പരന്നിട്ടല്ലേ എന്ന് ചോദിച്ച് നമുക്ക് ചാൻസ് കൊടുക്കുമോ? നമ്മൾ പിന്നെ ആരോഗ്യകരമായ ചർച്ച നമ്മൾ എന്നിട്ട് ഇത് കേട്ട് രണ്ടുപേരുടെ വശം കേട്ടിട്ട് ഭൂമി പരന്നതാണെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടവർ കൺക്ലൂഡ് ചെയ്യട്ടെ, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ ചോയ്സ്, നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടോ ചികിത്സയിൽ? പട്ടി കടിച്ചു, ഇവിടെ വഴിയിൽ പട്ടികൾ ഇഷ്ടം പോലെയുണ്ട്, യാതൊരു ക്ഷാമമില്ല, അവിടെ പട്ടി കടിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉള്ളൂ. നിങ്ങൾ പ്രകൃതി ചികിത്സയിലോ ആയുർവേദത്തിലോ ഒന്നും പോയിട്ട് ആരോഗ്യ മാസിക വായിച്ചൊരു തീരുമാനം എടുക്കില്ല, നേരെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കും, അല്ലേ? ചെയ്യില്ലേ? എന്ത് ഓപ്ഷൻ? മരിക്കണോ ജീവിക്കണോ, പിന്നെ സെല്ല് കിടന്ന് മരിക്കണോ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ അവിടെയുള്ളൂ. അപ്പൊ ചോയ്സ് എന്നൊക്കെ പറയുന്നത് ഒരു രോഗം, അത് 3/4 ഭാഗം രോഗങ്ങൾ, ഞാനിന്ന് പറയട്ടെ 98% രോഗങ്ങളും കാരണം എന്താണ്, അതിന് ചികിത്സ എന്താണെന്ന് നമുക്കറിയാം. ഒറ്റൊരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു റൂട്ടേ ഉള്ളൂ ചികിത്സയ്ക്ക്. രോഗപരിഹാരത്തിന് ചികിത്സ വേറെയാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വിശ്വാസമുള്ള ഒരാളെ, നിങ്ങൾ സ്വന്തം വീട്ടിലെ ജീവിത പങ്കാളിയായാലും ഒരു ഡോക്ടറായാലും ആരെങ്കിലും നിങ്ങൾ പരിചരിക്കുന്ന ഒരാൾ ചെയ്യുന്നതാണ് ചികിത്സ. അപ്പൊ അതിലൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്, ഏത് രീതിയിൽ നിങ്ങൾ പരിചരിക്കണം എന്നുള്ളതും. ഇപ്പൊ ആയുർവേദം പോയാൽ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തടവി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നും. പക്ഷെ അതൊരു രോഗപരിഹാരമല്ല ശരിക്കും പറഞ്ഞാൽ. രോഗപരിഹാരം നമുക്കറിയാം. അതുപോലെ ഈ ഭൂമി ഉരുണ്ടെന്നാണെന്ന് പറഞ്ഞ പോലെ രോഗപരിഹാരം പ്രൂവ് ചെയ്തൊരു രോഗപരിഹാരത്തിന് ആയുർവേദത്തിൽ എന്താണ് പറയുന്നത്, മറ്റെന്താണ് ഒരു ചാൻസ് നമ്മൾ കൊടുക്കില്ല. ഞാനൊരിക്കലും കൊടുക്കില്ല. കാരണം ഭൂമി പറഞ്ഞാണെന്ന് നമ്മൾ ഒരു ചാൻസ് നമ്മൾ കൊടുക്കില്ല. കാരണം പ്രൂവ് ചെയ്ത ഒരു കാര്യം, അതാണ് ശാസ്ത്രീയ ശാസ്ത്രം നമ്മൾ എപ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം. തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തെ മറ്റൊരു തരത്തിൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സത്യം പറയാൻ. അവിടെയാണ് നമ്മൾ തെറ്റുപറ്റിക്കുന്നത്. അതേസമയം പുതിയ രോഗങ്ങൾ, ഇപ്പോൾ എയ്ഡ്സോ അങ്ങനെ പുതിയ രോഗങ്ങൾ, ഇബോളയൊക്കെ വന്ന് അത് വന്ന് ഇത് വന്നു, അതിന് ആയുർവേദത്തിലോ ചിലപ്പോൾ ആയുർവേദത്തിലല്ല, ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ അതിനു വേണ്ടി പ്രയോജനപ്പെട്ടു എന്ന് വരും. ചില ഔഷധങ്ങൾ, ചില ചെടികളിൽ നിന്ന് വളരെ സൂക്ഷ്മമായ ചില രാസവസ്തുക്കൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ ട്രഡീഷണൽ നോളജിൽ നിന്ന് കിട്ടിയെന്ന് വരും. നമ്മുടെ പിന്നെ കൊയിനയുടെ കാര്യം തന്നെ എടുക്കുക, ക്യുനീൻ. അത് മലമ്പനിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്ന പെറുവിലെ ആദിവാസികൾ കണ്ടുപിടിക്കുന്ന അവരിങ്ങനെ പരീക്ഷണം നടത്തിയിട്ടൊന്നല്ല. ഈ സിങ്കോണ ബാർക്ക്, അതായത് സിങ്കോണ മരത്തിന്റെ ഇതിനകത്ത് പൊത്തിനകത്ത് വെള്ളം കെട്ടിക്കിടക്കും. അപ്പൊ ഇവര് പൂജന്റെ സമയത്ത് ഈ സിങ്കോണ മരത്തിന്റെ ബാർക്കിൽ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ വെള്ളം പുറത്തു ചാടും. അത് കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുന്നു കണ്ടെത്തൽ നിന്നാണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ പലമ്പനി മാറുന്നു കണ്ടെത്തൽ നിന്നാണ് പിന്നെ ഇതിന് ഔഷധ ഗുണമുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. വളരെ പിന്നെയാണ്. അങ്ങനെ എല്ലാത്ത സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എംപിരിക്കലി എല്ലാം കണ്ടുപിടിച്ചൊന്നും വരില്ല. പക്ഷെ എംപിരിക്കലി അറിയുന്ന ചില കാര്യങ്ങൾ നമ്മൾ യൂസ്ഫുൾ ആയിരിക്കും, അത് എക്സ്പ്ലോർ ചെയ്യണം. അല്ലാതെ നമുക്ക് പരിഹാരം അറിയാവുന്ന ഒരു കാര്യം പിന്നെയും എക്സ്പ്ലോർ ചെയ്ത് അവിടെയാണ് ഇന്നലെ പറഞ്ഞ ആയുർവേദത്തിന്റെ റിസർച്ചിൽ നമ്മൾ എപ്പോഴും തെറ്റുപറ്റിക്കുന്നത്. അതാണ് ആയുർവേദക്കാർക്കൊന്നും ചെയ്തുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി ഗവൺമെന്റ് പൈസ കൊടുക്കണം, റിസർച്ച് ചെയ്യണം എന്നുള്ളതല്ല എൻ്റെ ലോജിക്ക്. ഹോമിയോക്കാർക്കും റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസ് നന്നാക്കാനോ ഇതല്ല നമ്മുടെ ലോജിക്ക്. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സ, എനിക്കും നിങ്ങൾക്കും അടക്കം ചികിത്സ കിട്ടണം എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.